അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദു. പ്രിയമുള്ളവരെ, അൽഹംദുലില്ലാഹ് നമ്മൾ അൽ ജന്നത്തു വന്നാർ എന്ന ഒരു കൊച്ചു കൃതിയാണ് വായിച്ചു വരുന്നത്. അതിലെ രണ്ടാമത്തെ ബാബിലെ ആദ്യത്തെ ഫസ്ല് സ്വർഗക്കാരുടെ അനുഗ്രഹങ്ങൾ അതാണ് വായിച്ചു വരുന്നത്. നഈമു അഹ്ലിൽ ജന്ന, സ്വർഗക്കാർക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ രണ്ട് തരത്തിലാണ് എന്ന് നമ്മൾ പറഞ്ഞു. ഒന്ന് അൻ നഈമുൻ നഫ്സി, മാനസിക അനുഗ്രഹം, നഫ്സിന് കിട്ടുന്ന അനുഗ്രഹം, മനസ്സിന് കിട്ടുന്ന സുഖം. അതിലേതാനും ഹദീസുകൾ നമ്മൾ വായിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗക്കാർക്ക് നൽകുന്ന ചില അനുഗ്രഹങ്ങളിൽ സ്വർഗത്തിലുള്ളവർക്ക് മനസ്സിന് നല്ല സുഖം ഉണ്ടാകും, റാഹത്തുണ്ടാകും. അതാണ് അൻ നഈമുൻ നഫ്സി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ 4ഓളം ഹദീസുകൾ നമ്മളത് വിശദീകരിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് വായിക്കാനുള്ളത് ആ പാഠത്തിലെ രണ്ടാമത്തെ ചർച്ച, അൻ നഈമുൽ ഹിസ്സി ലി അഹ്ലിൽ ജന്ന, സ്വർഗക്കാർക്ക് കിട്ടുന്ന ഹിസ്സിയായ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കാൻ സാധിക്കുന്ന അനുഗ്രഹങ്ങൾ, അവകളെ സംബന്ധിച്ചാണ്. അതിലേതാനും ചില അനുഗ്രഹങ്ങളാണ് ഈ ഗ്രന്ഥത്തിൽ മുഅല്ലിഫ് റഹിമഹുല്ല കൊടുത്തിട്ടുള്ളത്. അതിലൊന്നാമത്തേത് അൻഹാറുൽ ജന്ന, സ്വർഗത്തിലെ പുഴകളാണ്, നദികളാണ്. യഖൂലുല്ലാഹു സുബ്ഹാനഹു വ തആല മസലുൽ ജന്നത്തില്ലതി ഉഇദൽ മുത്തഖൂൻ ഫീഹാ അൻഹാറും മിൻ മാഇൻ ഗൈരി ആസിൻ വ അൻഹാറും മിൻ ലബനിൻ ലം യതഗയ്യർ തഅമു വ അൻഹാറും മിൻ ഖംറിൻ ലദ്ദത്തിൻ ലിശ്ശാരിബീൻ വ അൻഹാറും മിൻ അസലിൻ മുസഫ്ഫ വലഹും ഫീഹാ മിൻ കുല്ലി ثمرാതി വമഗ്ഫിറത്തും മിർ റബ്ബിഹിം കമൻ ഹുവ ഖാലിദുൻ ഫിന്നാർ വസുഖൂ മാഅൻ ഹമീമൻ ഫഖത്തഅ അംആഹും എന്ന ആയത്താണ് അദ്ദേഹം ആദ്യം കൊടുക്കുന്നത്. മസലുൽ ജന്നത്തില്ലതി ഉഇദൽ മുത്തഖൂൻ, തഖ്വയുള്ളവർക്ക് വഅദ ചെയ്യപ്പെട്ട സ്വർഗത്തിൻ്റെ ഉപമ, മുത്തഖികൾക്ക് വഅദ ചെയ്യപ്പെട്ട സ്വർഗത്തിൻ്റെ ഉപമ. മുത്തഖികൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് വിശ്വാസകാര്യങ്ങളും കർമ്മകാര്യങ്ങളും സ്വഭാവകാര്യങ്ങളും പുലർത്തി ജീവിക്കുന്നവർ. ഈ മൂന്ന് മേഖലകളിലും, വിശ്വാസരംഗത്തും കർമ്മരംഗത്തും സ്വഭാവരംഗത്തും അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിക്കുന്നവർ, അവർക്കാണ് മുത്തഖികൾ എന്ന് പറയുക. അങ്ങനെയുള്ളവർക്ക് വാഅദ ചെയ്യപ്പെട്ട സ്വർഗം. അപ്പോൾ മുഅ്മിനീങ്ങൾക്ക് സ്വർഗം വാഅദ ചെയ്യപ്പെട്ടിട്ടുണ്ട് പല ആയത്തുകളിലൂടെയും. ആ വാഅദ ചെയ്യപ്പെട്ട സ്വർഗത്തിൻ്റെ ഉപമ എന്താണെന്നാണ് ഈ ആയത്തിലൂടെ പറയുന്നത്. ഫീഹാ, ആ സ്വർഗത്തിലുണ്ട്, അൻഹാറുൻ മിൻ മായിൻ ഗൈരി ആസിൻ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെള്ളത്തിനാലുള്ള പുഴയുണ്ട്. അൻഹാറുൻ, പുഴകളുണ്ട്. മിൻ മായിൻ ഗൈരി ആസിൻ, കലരാത്ത, മണത്തിനോ രുചിക്കോ കലർപ്പ് വരാത്ത ശുദ്ധമായ പച്ചവെള്ളത്താലുള്ള പുഴകൾ അവിടെയുണ്ട്. വ അൻഹാറുൻ മിൻ ലബനിൻ ലം യതഗയ്യർ തഅമുഹു, രുചിക്ക് മാറ്റം വരാത്ത പാലിനാലുള്ള പുഴകളും അവിടെയുണ്ട്. പുളിച്ചു പോകാത്ത, കേടുവരാത്ത ശുദ്ധമായ പാലിനാലുള്ള പുഴകളും അവിടെയുണ്ട്. വ അൻഹാറുൻ മിൻ ഖംറിൻ ലദ്ദത്തിൻ ലിശ്ശാരിബീൻ, കുടിക്കുന്നവർക്ക് ആസ്വാദ്യമുണ്ടാകുന്ന സ്വാദിഷ്ടമായ കള്ളിനാലുള്ള പുഴകളും അവിടെയുണ്ട്. ബുദ്ധിക്ക് ഭ്രമം സംഭവിക്കാത്ത, ലഹരി ബാധിക്കാത്ത കള്ളിനാലുള്ള, കുടിക്കുന്നവർക്ക് സ്വാദ് അനുഭവപ്പെടുന്ന, ആസ്വാദ്യമുണ്ടാകുന്ന കള്ളിനാലുള്ള പുഴകളും അവിടെയുണ്ട്. വ അൻഹാറും മിൻ അസലിൻ മുസഫ, കടഞ്ഞെടുക്കപ്പെട്ട ശുദ്ധീകരിക്കപ്പെട്ട
തേനിനാലുള്ള പുഴകളും അവിടെയുണ്ട്. നല്ല ശുദ്ധമായ തേനിൻ്റെ കടഞ്ഞെടുക്കപ്പെട്ട ശുദ്ധീകരിക്കപ്പെട്ട തേനിൻ്റെ പുഴകളും അവിടെയുണ്ട്. 4 പുഴകളാണ് ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. 1 ശുദ്ധമായ പച്ചവെള്ളത്തിൻ്റെ പുഴകൾ, 2 ശുദ്ധമായ പാലിൻ്റെ പുഴകൾ, 3 കുടിക്കുന്നവർക്ക് സ്വാദിഷ്ടമായ കള്ളിനാലുള്ള പുഴകൾ, 4 ശുദ്ധീകരിക്കപ്പെട്ട പരിശുദ്ധമായ തേനിൻ്റെ പുഴകൾ. ഈ 4 പുഴകൾ സ്വർഗത്തിൽ ഒഴുകുന്നുണ്ട് എന്നാണ്. ധാരാളം ആയത്തുകൾ കാണാം. തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ എന്ന ആയത്തുകൾ ഇഷ്ടംപോലെ കാണാം. അതിൻ്റെ അടിയിലൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗമെന്ന്. ഈ അരുവികളാണ്, ഈ പുഴകളാണ് ഒഴുകുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു സ്വർഗം 4 എണ്ണം ഉണ്ട്. അള്ളാഹു വാഅദ ചെയ്യപ്പെട്ട മുത്തക്കികൾക്കുള്ള സ്വർഗം 4 എണ്ണമാണ്. 2 എണ്ണം അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ചതിനാൽ കിട്ടുന്ന സ്വർഗമാണ്. 2 എണ്ണം അള്ളാഹുവിൻ്റെ നിരോധനങ്ങൾ വെടിഞ്ഞതിനാലുള്ള പ്രതിഫലമാണ്. കൽപ്പനകൾ അനുസരിച്ചതിന് 2 സ്വർഗം, നിരോധനങ്ങൾ വെടിഞ്ഞതിന് 2 സ്വർഗം. 4 സ്വർഗം മുഅ്മിനീങ്ങൾക്ക് നാളെ സ്വർഗത്തിൽ കിട്ടുമെന്നാണ്. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ, റബ്ബിൻ്റെ മുമ്പിൽ നിൽക്കണമെന്ന് പേടിക്കുന്നവർക്കുണ്ട്. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി, റബ്ബിൻ്റെ മുമ്പിൽ നിൽക്കുമെന്ന പേടിയിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിക്കുന്നവർക്കുണ്ട് ജന്നതാൻ, 2 സ്വർഗമുണ്ട്. വമിൻ ദൂനിഹിമാ ജന്നതാൻ, ആ 2 സ്വർഗം കൂടാതെ വേറെയും 2 സ്വർഗമുണ്ട് എന്ന് സൂറത്തുർ റഹ്മാനിൽ 4 സ്വർഗത്തെ അള്ളാഹു പരിചയപ്പെടുത്തുന്നുണ്ട്. ഈ 4 സ്വർഗങ്ങളിൽ നിന്നും ഒഴുകുന്ന 4 പുഴകളാണിവ. വെള്ളത്താലുള്ള പുഴ, പാലിനാലുള്ള പുഴ, തേനിനാലുള്ള പുഴ, കള്ളിനാലുള്ള പുഴ. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തക്കികൾക്ക് വാദ ചെയ്യപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ എല്ലാം മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ കിട്ടുന്ന നേട്ടങ്ങളാണ് പറയുന്നത്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട, മുത്തക്കികൾക്കുണ്ട്, അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്നവർക്കുണ്ട് എന്ന വാചകം ദുനിയാവിൽ ജീവിക്കുന്നവരെ സംബന്ധിച്ച് പറയാണ്. മുത്തക്കിയായിട്ട് ഒരാളെ പരിഗണിക്കുക മരണത്തിന് ശേഷമാണ്. അള്ളാഹുവിനെ പേടിച്ച ആളാണിവൻ എന്നൊരാളെ സംബന്ധിച്ച് പ്രഖ്യാപിക്കുക മരണത്തിന് ശേഷമാണ്. ദുനിയാവ് അമൽ ചെയ്യാനുള്ള ഗേഹമാണ്, പ്രതിഫലത്തിൻ്റെ സ്ഥലമല്ല. പ്രതിഫലം മരണത്തിന് ശേഷമുള്ള ജീവിതത്തിലാണ്. അപ്പോൾ മുത്തക്കികൾക്കുണ്ട് എന്ന പ്രയോഗം മരണം വരെ മുത്തക്കിയായി ജീവിച്ചവർക്കുണ്ട്. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി, റബ്ബിൻ്റെ മുമ്പിൽ നിൽക്കണമെന്ന് പേടിച്ച് ജീവിക്കുന്നവർക്കുണ്ട് എന്നതുകൊണ്ട് ഉദ്ദേശം മരണം വരെ റബ്ബിൻ്റെ കൽപ്പനകൾ, നിരോധനങ്ങൾ, നിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിച്ചവർക്കുണ്ട് എന്നാണ്. അപ്പം മരണം വരെ അമൽ ചെയ്യാനുള്ളതാണ്. ആണ് വഅബ്ദു റബ്ബക് ഹത്താ യഅതിയകൽ യഖീൻ, യഖീൻ വരുന്നത് വരെ നീ നിൻ്റെ റബ്ബിനെ ഇബാദത്ത് ചെയ്യുക. അവിടെ അൽ യഖീൻ എന്തുകൊണ്ടുള്ള ഉദ്ദേശം, സഹാബാക്കടക്കമുള്ള സലഫുകളുടെ അഭിപ്രായം ഇവിടെ അൽ യഖീൻ എന്ന് പറഞ്ഞാൽ അൽ മൗത്ത്, മരണമാണ്. ഇത് ഇജ്മാഅാണ്. ഈ ആയത്തിൻ്റെ തഫ്സീർ അൽ യഖീൻ എന്ന് പറഞ്ഞാൽ അത് മരണമാണെന്നതിൽ സഹാബാക്കടക്കമുള്ള സലഫുകളുടെ ഇജ്മാഉണ്ട്, ഏകാഭിപ്രായമുണ്ട്. അപ്പം മരണം വരെ ഇബാദത്താണ്, അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിക്കലാണ്. അതാണ് മരണം വരെയുള്ള നമ്മുടെ ദൗത്യം. ദുനിയാവ് അമലിൻ്റെ ഗേഹമാണ്. അലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതുപോലെ ദുനിയാവ് അമലിനുള്ളതാണ്, ഇവിടെ ഹിസാബില്ല. ആഖിറം ഹിസാബിനുള്ളതാണ്, അവിടെ അമലില്ല. ഉണ്ട് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഉള്ളത് എവിടെയാണ്? മരണത്തിന് ശേഷമുള്ള ജീവിതത്തിലാണ്. ഖുർആനിലെ ആയത്തുകളൊക്കെ പരിശോധിച്ചൊക്കെ മനസ്സിലാവും. ഇന്നവർക്കുണ്ട് എന്ന് പറയുന്നവർ അവർ അങ്ങനെ ആകേണ്ടത് ദുനിയാവിലാണ്. ഉണ്ട് എന്ന് പറയുന്ന പ്രതിഫലങ്ങളെല്ലാം നാളെ ആഖിറത്തിൽ കിട്ടാനുള്ളതുമാണ്. ഉദാഹരണം, ഈ ആയത്തിനെ ചിന്തിച്ചു നോക്ക്. മസലുൽ ജന്നത്തില്ലത്തി ഉഇദൽ മുത്തഖൂൻ, മുത്തഖികൾക്ക് വാഅദ ചെയ്യപ്പെട്ട സ്വർഗത്തിൻ്റെ ഉപമ. അപ്പം
മുത്തക്കികൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടത് എന്താണ്? സ്വർഗ്ഗം. അത് എവിടുന്ന് കിട്ടുക? മരണത്തിന് ശേഷമാണ്. മുത്തക്കിയായി ജീവിക്കേണ്ടത് എവിടെയാണ്? ഇവിടെയാണ്. റിസൾട്ട് അവിടെയാണ്. അപ്പോൾ ഒരാൾ മുത്തക്കിയാണോ അല്ലയോ എന്ന് തീരുമാനിക്കുക മരണത്തിന് ശേഷമാണ്. ഇവിടെ നമ്മൾ കൽപ്പിക്കപ്പെട്ടത് അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്കില്ല. വേറെ ചോദ്യങ്ങൾക്ക് പ്രസക്തിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ കുല്ലുൻ മുയസ്സറുൻ ലിമാ ഖുലിക ലഹ്, എല്ലാവരും ഏതിനു വേണ്ടിയാണോ സൃഷ്ടിക്കപ്പെട്ടത് അതിലേക്ക് എളുപ്പമാക്കപ്പെടും. സ്വർഗത്തിൻ്റെ ആളാണെങ്കിൽ സ്വർഗത്തിൻ്റെ അമൽ ചെയ്ത് മുന്നോട്ട് പോകും, നരകത്തിൻ്റെ ആളാണെങ്കിൽ നരകത്തിൻ്റെ അമലുമായിട്ട് മുന്നോട്ട് പോകും. അതായിരിക്കും അവൻക്ക് എളുപ്പമുണ്ടാകുക. സ്വർഗത്തിന് വേണ്ടി നിയോഗിക്കപ്പെട്ട ആളാണെങ്കിൽ ഓൻക്ക് എളുപ്പം എന്തായിരിക്കും? സ്വർഗത്തിൻ്റെ അമൽ ചെയ്യാനായിരിക്കും. നരകത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ അവൻക്ക് എളുപ്പമാവുക നരകത്തിൻ്റെ അമലായിരിക്കും. അതാണ് റസൂൽ പറഞ്ഞത് കുല്ലുൻ മുയസ്സറുൻ ലിമാ ഖുലിക ലഹ്. എന്തിന് അമൽ ചെയ്യുന്നെന്ന് ചോദിക്കരുത്, മറിച്ച് അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുക എന്നതാണ്. എൻ്റെ അപ്പുറത്തേക്ക് വേറെ ചിന്ത ഉണ്ടാകാൻ പാടില്ല. അള്ളാഹ് നിരോധിച്ചത് വെടിയുക എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് വേറെ ഒരു ചിന്തക്കും പ്രസക്തിയില്ല മരണത്തിന് ശേഷം ജീവിതമുണ്ടെന്ന് വിശ്വസിക്കുന്നവർക്ക്. അങ്ങനെ അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിക്കുന്നവർ നാളെ പരലോകത്ത് അള്ളാഹു അവരെ കൊണ്ടുവരും. അവർ അങ്ങനെ ജീവിച്ചവരാണ് എങ്കിൽ അവർ പാസ്സായി. അവിടെയാണ് റിസൾട്ട്. നമ്മൾ പരീക്ഷ ദുനിയാവിലാണ്, റിസൾട്ട് ആഖിറത്തിലാണ്. അപ്പം ഇന്നാൾ മുത്തഖിയാണ്, വിജയിച്ച ആളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തെയും മരണത്തെയും സൃഷ്ടിച്ചത് എന്തിനാണ്? നമ്മളെ പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല. നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നന്നായി അമൽ ചെയ്യുന്നത് ആര് എന്ന് പരിശോധിക്കാൻ. അതിനുവേണ്ടിയാണ് മരണത്തെയും ജീവിതത്തെയും അള്ളാഹു സംവിധാനിച്ചത് എന്ന്. ഏറ്റവും നല്ല അമൽ ചെയ്യുന്നവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിക്കുന്നവർ എന്നാണ് അർത്ഥം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചിരുന്നു. മുവഹീദിനും മുത്തബീനുമാണ് മുഹ്സിൻ എന്ന് പറയുക. അഹ്സനു അമൽ, ഏറ്റവും നല്ല അമൽ ചെയ്ത ആൾ മുവഹീദായിരിക്കും, മുത്തബിയായിരിക്കും. അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്ന ആളായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാത്രം ഫോളോ ചെയ്യുന്ന ആളായിരിക്കും. അവർക്കാണ് മുഹ്സിൻ എന്ന് പറയുക. വേറൊരു പ്രയോഗമാണ് മുത്തഖി. അള്ളാഹു സുബ്ഹാനഹു വ തആല മരണത്തെയും ജീവിതത്തെയും സംവിധാനിച്ചത് നിങ്ങളിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് ആര് എന്ന് അള്ളാഹുവിനെ പരിശോധിക്കാൻ വേണ്ടിയാണ്. അള്ളാഹു ദുനിയാവിൽ നമ്മളെ പരിശോധിക്കാൻ. എന്താ പരിശോധിക്കുന്നത്? അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് നമ്മൾ ജീവിക്കുന്നുണ്ടോ? അള്ളാഹു ദുനിയാവിൽ നിശ്ചയിച്ച കർമ്മങ്ങളെല്ലാം പരിശോധിച്ച് നോക്കിയാൽ നമുക്കത് മനസ്സിലാവും. അള്ളാഹു ചില കർമ്മങ്ങൾക്ക് ശ്രേഷ്ഠത നൽകി, ചില സ്ഥലങ്ങൾക്ക് ശ്രേഷ്ഠത നൽകി, ചില വസ്തുക്കൾക്ക് ശ്രേഷ്ഠത നൽകി, ചില സമയങ്ങൾക്ക് ശ്രേഷ്ഠത നൽകി, ചില അമലുകളെ ചില സ്ഥലങ്ങളിൽ നിശ്ചയിച്ചു, ചില അമലുകളെ ചില മാസങ്ങളിൽ നിശ്ചയിച്ചു, ചില അമലുകളെ ചില സമയങ്ങളിൽ നിശ്ചയിച്ചു. ഇതൊക്കെ എന്തിനാണ് നിശ്ചയിക്കുന്നത്? ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല. ആ മാസമാകുമ്പോൾ അത് ചെയ്യാൻ തയ്യാറാകുന്ന ആരുണ്ട്? ആ സമയമാകുമ്പോൾ അത് ചെയ്യാൻ തയ്യാറായ ആരുണ്ട്? ആ സ്ഥലത്ത് തന്നെ പോയി ചെയ്യാൻ തയ്യാറായ ആരുണ്ട് എന്നല്ലാക്കറിയാൻ. ആരാണ് ഇന്നതിനെ ബഹുമാനിക്കുന്നത്? ആരാണ് ഇന്നതിനെ ആദരിക്കുന്നത്? ആരാണ് ഇന്ന കാര്യങ്ങൾ ഇന്ന പ്രകാരം ചെയ്യുന്നത് എന്നല്ലാക്കറിയാൻ. ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല. അള്ളാഹു പറഞ്ഞു, ഇന്ന ഉദാഹരണത്തിന് പള്ളിക്ക് ശ്രേഷ്ഠതയുണ്ട്. ആര് പള്ളിയെ ബഹുമാനിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ അറിയണം. അതാണ് ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല. ഹജറുൽ അസ്വദിന് ശ്രേഷ്ഠതയുണ്ട്, മുഹറം മാസത്തിന് ശ്രേഷ്ഠതയുണ്ട്, കഅബക്ക് ശ്രേഷ്ഠതയുണ്ട്, ഖുർആനിന് ശ്രേഷ്ഠതയുണ്ട്. ഇന്ന അമലുകൾ ശ്രേഷ്ഠകരമായ അമലാണ്. ആ പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങളെ അങ്ങനെയുണ്ട് എന്ന് ആര് വിശ്വസിക്കുന്നു, അങ്ങനെ ഉണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് അത് ചെയ്യാൻ ആര് മുന്നോട്ട് വരുന്നു, അവനാണ് അഹ്സനു അമല. ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല. എൻ്റെ ബുദ്ധിക്ക് യോജിക്കുന്നുണ്ടോ? എൻ്റെ താല്പര്യങ്ങൾക്ക് യോജിക്കുന്നുണ്ടോ? എൻ്റെ സൗകര്യങ്ങൾക്ക് ഒത്തുവരുന്നുണ്ടോ? എനിക്ക് സൗകര്യം ഉണ്ടോ ഇല്ലയോ? അതൊന്നും അവിടെ പരിഗണിക്കുകയില്ല. ബുദ്ധിക്ക് യോജിച്ചാലും ശരി, ഇല്ലെങ്കിലും ശരി, താല്പര്യമുള്ളതാണെങ്കിലും ശരി, ഇല്ലാത്തതാണെങ്കിലും ശരി, സൗകര്യമുള്ളതാണെങ്കിലും ശരി, ഇല്ലാത്തതാണെങ്കിലും ശരി,
അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിക്കാൻ ഞാൻ തയ്യാറാണ്. ആ ഒരു തയ്യാറാകലിനാണ്, ആ ഒരു പ്രഖ്യാപനമാണ് അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. കാരണം അള്ളാഹിനെ ദീൻ പഠിപ്പിച്ച ആളാരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അപ്പോൾ ദുനിയാവിൽ അങ്ങനെ ജീവിക്കാൻ കൽപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ. അങ്ങനെ ജീവിക്കുക ഖുർആനും സുന്നത്തും അനുസരിച്ച്. നാളെ പരലോകത്തെത്തിക്കഴിഞ്ഞാൽ റിസൾട്ട് പറയും ആരൊക്കെയാണ് മുത്തഖി. എല്ലാവരും മുത്തഖിയാകാൻ ആഗ്രഹിച്ച് അമൽ ചെയ്തവരായിരിക്കും, എല്ലാവരും മുഹ്സിനാകാൻ ആഗ്രഹിച്ച് അമൽ ചെയ്തവരായിരിക്കും. അല്ലാഹു ലിസ്റ്റിടും ഇന്ന ആൾക്കാരൊക്കെ ആയിരുന്നു മുത്തഖികൾ. അവിടുന്ന് നമുക്കറിയുള്ളൂ ഞാൻ മുത്തഖിയായിരുന്നു, ഞാൻ മുഹ്സിനായിരുന്നു എന്നുള്ള ഫൈനൽ റിസൾട്ട്. അതാണ് ഒന്നാമത്തെ ഘട്ടം ഇവിടുന്ന് അമൽ ചെയ്യാനുള്ളത്. ഖുർആനിൽ ഈ പറയപ്പെട്ട ഇങ്ങനെയുള്ള വാദകളെല്ലാം പരിശോധിച്ച് നോക്കിയാലൊക്കെ കാണാം, ഒക്കെ നാളെ സ്വർഗത്തിലാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഒരുപാട് ആയത്തുകൾ ഓതി, അതിലൊക്കെ പറയുന്നതാണ് സ്വർഗത്തിലാണ്. അവർക്ക് സ്വർണ്ണ നൂനിൽ തീർത്ത കട്ടിലുണ്ട്, എലന്ത മരത്തിൻ്റെ തണലുണ്ട്, വാഴത്തോപ്പുകളുണ്ട്, ഇന്നതുണ്ട്. ഇതൊക്കെ ഇവിടെ സ്വർഗത്തിലാണ്. അത് അടിവരട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതാണ് മസലുൽ ജന്നത്തില്ലത്തി വഉദൽ മുത്തഖൂൻ. ആ മുത്തഖികൾക്ക് വാഗ്ദാ ചെയ്യപ്പെട്ട സ്വർഗം 4 എണ്ണമാണ്. 2 എണ്ണം ഈ ദുനിയാവിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകളും കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ചവർക്ക്, 2 എണ്ണം അള്ളാഹുവിൻ്റെ നിരോധനങ്ങൾ വെടിഞ്ഞ് ജീവിച്ചവർക്ക്. ഈ 2 എണ്ണത്തിൽ ഒന്ന് സ്വർണത്താലുള്ളതാണ്, മറ്റേത് വെള്ളിയാലുള്ളതാണ്. അങ്ങനെയുള്ള 4 എണ്ണം, 2 സ്വർണത്താലുള്ളത്, 2 വെള്ളിയാലുള്ളത്. അതായത് ഒരു സ്വർഗത്തിൽ കയറിയാൽ മൊത്തം സ്വർണത്തിൻ്റെ ഉപകരണങ്ങളായിരിക്കും, വസ്തുക്കളൊക്കെ സ്വർണ്ണമായിരിക്കും. മറ്റേ സ്വർഗത്തിൽ കയറിയാൽ മൊത്തം വെള്ളിയുടേതായിരിക്കും. അങ്ങനെയുള്ള 2 എണ്ണം അനുസരിച്ചവർക്ക്, അതേപോലെ സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും 2 എണ്ണം നിരോധനങ്ങൾ വെടിഞ്ഞവർക്ക്. അങ്ങനെ 4 സ്വർഗം. ആ 4 സ്വർഗത്തിൽ നിന്നും ഒഴുകുന്ന 4 നദികളാണ് ഈ പറഞ്ഞത്. അതേപോലെ തന്നെ സ്വർഗത്തിലുള്ള മറ്റൊരു നദിയാണ് നെഹ്റുൽ കൗസർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകപ്പെടുന്ന ഹൗദുൽ കൗസർ ഉണ്ടല്ലോ, അതിൻ്റെ നദി. ഹൗദുൽ കൗസർ എവിടെ? നബിയുടെ ഹൗദ് എവിടെയാണ്? മഹ്ശറയിലാണ് ഉണ്ടാകുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൗദ് മഹ്ശറയിലാണ് ഉണ്ടാകുക, സ്വർഗത്തിലല്ല. ആ ഹൗദിലേക്ക് ഒഴുകി വരുന്ന നദി സ്വർഗത്തിലാണ്. അതിനാണ് നെഹ്റുൽ കൗസർ എന്ന് പറയുക. നെഹ്റുൽ കൗസർ അതും സ്വർഗത്തിലുള്ളതാണ്. ഹൗദുൽ കൗസർ ആർക്കുള്ളതാണ്? മുഹ്സിനുള്ളതാണ്, മുവഹിദും മുത്തബീനും ഉള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളം കോരി കൊടുക്കും. പാലിനേക്കാൾ വെളുത്ത, തേനിനേക്കാൾ രുചിയുള്ള വെള്ളമാണ് ഹൗദുൽ കൗസറിലെ വെള്ളം. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനീങ്ങൾക്ക് കോരി കൊടുക്കും. അപ്പോൾ ഒരു കൗമ ഇങ്ങനെ വരും. റസൂൽ പറയാണ്, എനിക്ക് അവരെയും അറിയാം, അവർക്ക് എന്നെയും അറിയാം. അങ്ങനെ ഒരു സമൂഹം വരും എൻ്റെ ഉമ്മത്തിൽപ്പെട്ട. അവിടെ അവർ തടയപ്പെടും. അപ്പോൾ റസൂൽ പറയും, അവരെൻ്റെ ഉമ്മത്താണ്, വിട്. അപ്പോൾ മലക്ക് വിളിച്ചു പറയും, പ്രവാചകരെ, താങ്കൾക്ക് ശേഷം ഇവരുണ്ടാക്കിയ ബിദ്അത്തുകൾ എന്തൊക്കെയാണെന്ന് താങ്കൾക്കറിയില്ല. അത് വിധേയികൾക്ക് ഹൗദുൽ കൗസർ നൽകപ്പെടുകയില്ല. മുഹ്സിനും മുവഹിദും മുത്തബിയുമായ ആൾക്ക്, അതായത് മുഹ്സിന് മാത്രമേ ഹൗദുൽ കൗസറിൽ നിന്ന് വെള്ളം കിട്ടുള്ളൂ. അത് എവിടെയാണ്? മഹ്ശറിലാണ്, സ്വർഗത്തിലല്ല. ഉർസാത്ത് യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ മഹ്ശറയിൽ എല്ലാവരും ഒരുമിച്ച് കൂടുന്ന ആ വേദിയിൽ, അവിടെയാണ് നബിയുടെ ഹൗദുൽ കൗസർ, നബിക്ക് നൽകപ്പെട്ട ഹൗദ് ഉള്ളത്. ആ ഹൗദിൽ ഒഴുകി വരുന്ന നദി സ്വർഗത്തിലാണുള്ളത്, നെഹ്റുൽ കൗസർ. പിന്നെന്താണുള്ളത്? വലഹും ഫീഹാ മിൻ കുല്ലി സമറാത്ത്, അവർക്ക് എല്ലാവിധ കായ്ക്കനികളും പഴവർഗ്ഗങ്ങളും അവിടെ അവർക്ക് നൽകപ്പെടുന്നതാണ്. അതായത് ആസ്വദിക്കാനുള്ളതെല്ലാം അവിടെ ഉണ്ട് എന്നർത്ഥം. വമഗ്ഫിറത്തും മിർ റബ്ബിഹിം, അവരുടെ റബ്ബിൽ നിന്നുമുള്ള പാപമോചനവും ഉണ്ട്. സ്വർഗം കിട്ടാൻ ആദ്യം നേടേണ്ടത് എന്താണ്? മഗ്ഫിറത്താണ്. ദുനിയാവിൽ ജീവിക്കുന്ന നമ്മൾ 2 കാര്യങ്ങൾ നേടിയാലാണ് വാദ ചെയ്യപ്പെട്ട സ്വർഗത്തിൽ കയറാൻ നമുക്ക് പറ്റുക. ഒന്ന് മഗ്ഫിറത്താണ്, 2 മർഹമത്താണ്. അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത് കിട്ടിയാലേ അള്ളാഹുവിൽ നിന്നുമുള്ള റഹ്മത്ത് കരസ്ഥമാക്കാൻ നമുക്ക് സാധിക്കുള്ളൂ. സാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങൾ റബ്ബിൽ നിന്നുമുള്ള മഗ്ഫിറത്തിലേക്ക് നിങ്ങൾ ധൃതിപ്പെട്ട് വരണം. നമ്മളെ പാപങ്ങൾ മായ്ക്കപ്പെടണം.
തെറ്റുകുറ്റങ്ങൾ പൊറുക്കപ്പെടണം. വജന്നത്തിൻ അർളുഹ അസ്സമാവാതു വൽ അർള് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. ആ ജന്നത്താണ് റഹ്മത്ത്. ലഅല്ലക്കും തുർഹമൂൻ എന്ന് പറയുന്ന ആയത്തുകളിൽ പലതും സ്വർഗമാണ്. ഖുർആൻ ആയത്തിലല്ലേ നിങ്ങൾ ഇങ്ങനെ ചെയ്യണം, ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾ റഹ്മത്ത് ചൊരിയപ്പെട്ടേക്കാം, കരുണ ചെയ്യപ്പെട്ടേക്കാം. അതിൽ പല സ്ഥലങ്ങളിലുമുള്ള റഹ്മത്ത് കൊണ്ട് ഉദ്ദേശം സ്വർഗമാണ്. അവർ അല്ലാഹു പറയാണ്, സ്വർഗത്തിൽ കിടക്കുന്നവർക്ക് എന്തുണ്ട്? മഗ്ഫിറത്തും മിർ റബ്ബിഹിം, അവർ റബ്ബിൽ നിന്നുമുള്ള മഗ്ഫിറത്തുണ്ട്. അപ്പം മഗ്ഫിറത്ത് കിട്ടുക എന്നുള്ളത് വലിയ ദർജയാണ്, വലിയ നേട്ടമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടുന്ന കർമ്മങ്ങളുണ്ട് എങ്കിൽ അത് ചെയ്യാൻ ധൃതിപ്പെട്ട് വരണം, ഇതൊക്കെ ചെയ്യണം. കാരണം തെറ്റും കുറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ മഗ്ഫിറത്ത് നമുക്ക് കിട്ടേണ്ടതുണ്ട്, അള്ളാഹുവിൽ നിന്നും കിട്ടേണ്ടതാണ്. അപ്പം അള്ളാഹു പറയാണ്, സ്വർഗത്തിൽ കയറുന്നവർക്ക് എന്തുണ്ട്? മഗ്ഫിറത്തുണ്ട്. കമൻ ഹുവ ഖാലിദുൻ ഫിന്നാർ. ഈ 4 നദികളിൽ നിന്നും ഒഴുകുന്ന പാനീയങ്ങൾ കുടിച്ചാസ്വദിച്ച് അവിടെയുള്ള സകല ഫ്രൂട്ട്സുകളും പഴവർഗ്ഗങ്ങളും കഴിച്ചാസ്വദിച്ച് ജീവിക്കുന്ന ഒരാൾ കാലാകാലം നരകത്തിൽ കിടക്കുന്ന ഒരുത്തനെ പോലെയാണോ? കമൻ ഹുവ ഖാലിദുൻ ഫിന്നാർ. നരകത്തിൽ കാലാകാലം കിടക്കുന്ന ഒരുത്തനെ പോലെയാണോ? എന്താ നരകത്തിൽ കിടക്കുക? വസുഖു മാൻ ഹമീമ, ചുട്ടുകൊള്ളുന്ന ചൂടുവെള്ളം, എന്താ പറയുക, ചൂടുള്ള വെള്ളം, തിളക്കുന്ന വെള്ളം, നല്ല ചൂടുള്ള വെള്ളം ആണ് ഹമീം. അങ്ങനെയുള്ള വെള്ളം കുടിപ്പിക്കപ്പെടും. ആ വെള്ളം കുടിച്ചാലോ ഫഖത്ത അംആഹും, കുടൽ കരിച്ച് മുറിച്ച് കളയും. വയറ്റിലെത്തിക്കലിൽ വയറിനുള്ളിൽ നിന്ന് മുറിഞ്ഞ് കളയും പൊള്ളിയിട്ട്. അങ്ങനെയുള്ള വെള്ളം കുടിപ്പിക്കപ്പെടുന്ന നരകത്തിൽ കാലാകാലം കിടക്കുന്ന ഒരുത്തനും തുല്യമാകുമോ? അത് ചോദിക്കണം. ഒരിക്കലുമില്ല. അപ്പോൾ സ്വർഗത്തിൻ്റെ അനുഭൂതികൾ അത്ര മനോഹരമാണ്, നരകത്തിൻ്റെ അവസ്ഥ അത്ര ഭീകരമാണ്, ഭയാനകരമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗക്കാർക്ക് നൽകിയ, മുത്തക്കികൾക്ക് നൽകി വാഗ്ദാ ചെയ്യപ്പെട്ട സ്വർഗത്തെക്കുറിച്ച് വിശദീകരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം ഈ ആയത്തിനെ ഓരോന്ന് വിശദീകരിക്കുകയാണ്. മസലുൽ ജന്നത്തില്ലത്തി വഅദൽ മുത്തഖൂ എന്ന് പറഞ്ഞാൽ സിഫത്തുൽ ജന്നത്തി, സ്വർഗത്തിൻ്റെ വിശേഷണം, മുത്തഖികൾക്ക് നൽകപ്പെടുന്ന സ്വർഗത്തിൻ്റെ വിശേഷണം എന്താണ്? ഫിഹ അൻഹാറു മിൻ മായിൻ ഗൈരി ആസിൻ എന്ന് പറഞ്ഞാൽ ഇത് കളർ മാറാത്ത, നാറ്റം സംഭവിക്കാത്ത വെള്ളം നൽകുക. അൻഹാറു മിൻ ഖംറിൽ ലദ്ദത്തിൽ ലിശാരിബി എന്ന് പറഞ്ഞാൽ കുടിക്കുന്നവർക്ക് ആസ്വാദ്യം ഉണ്ടാകുന്നത്. ഇതാണ് സ്വർഗത്തിലെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കുന്ന ഒരു അനുഗ്രഹം. വ്യത്യസ്ത തരത്തിലുള്ള നദികൾ അവിടെയുണ്ട്, പാനീയങ്ങൾ അവിടെയുണ്ട്. രണ്ടാമത്തേത് അൽ ഹൂറുൽ ഐൻ. മൂന്നാമത്തേത് വ മസാകിനു അഹ്ലിൽ ജന്ന. ഹൂറുൽ ഐനും അതേപോലെ തന്നെ സ്വർഗക്കാരുടെ ഭവനങ്ങളും. ഇതാണ് അവിടെ കിട്ടുന്ന മറ്റ് സുഖങ്ങൾ. രണ്ടാമത്തെയും മൂന്നാമത്തെയും രണ്ടും ഒന്നിച്ച് പറയാണ്. യഖൂലുല്ലാഹു സുബ്ഹാനഹു വ തആല ഫീഹിന്ന ഖാസിറാത്തുത് തർഫി ലം യത്മിസുഹുന്ന ഇൻസുൻ ഖബ്ലഹും വലാ ജാൻ. സ്വർഗത്തിൽ ആരുണ്ട്? ഖാസിറാത്തുത് തർഫ്, നോട്ടം പരിമിതമായവർ. നോട്ടം പരിമിതമായവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുഫസ്സിറുകൾ എഴുതിയത് ഭർത്താക്കന്മാരെ മാത്രം നോക്കുന്ന പെണ്ണുങ്ങൾ, അന്യപുരുഷന്മാരെ നോക്കാത്ത പെണ്ണുങ്ങൾ, അതാണ് ഹൂറുൽ ഐൻ. അങ്ങനെയുള്ള പെണ്ണുങ്ങൾ അവിടെയുണ്ട്. ലം യത്മിസുഹുന്ന ഇൻസുൻ ഖബ്ലഹും വലാ ജാൻ. അവരെ അതിനു മുമ്പ് ഒരു മനുഷ്യനോ ഒരു ജിന്നോ സ്പർശിച്ചിട്ടില്ല. പരിശുദ്ധവതികളായ ഭർത്താക്കന്മാരെ മാത്രം നോക്കുന്ന, മറ്റിടത്തേക്കൊന്നും നിഷേധിക്കപ്പെട്ട നോക്കാൻ പാടില്ലാത്തടത്തേക്ക് നോക്കാത്ത പെണ്ണുങ്ങൾ അവിടെയുണ്ട്. അതാണ് ഹൂറുൽ ഐൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വയഖൂലുല്ലാഹു സുബ്ഹാനഹു വ തആല വഹൂറുൻ ഐൻ കഅംസാലിൽ ലുഅ്ലുഇൽ മക്നൂൻ. ഹൂറുൽ ഐൻ ഉണ്ട് അവിടെ, കണ്ടടം വിശാലമായ പെണ്ണുങ്ങൾ. കൃഷ്ണമണി കറുകറുത്തതായിരിക്കും, അതിനെ കണ്ണ് വിശാലമായ കണ്ണുള്ള പെണ്ണുങ്ങൾ. വിശാലമായ കണ്ണുള്ള ആൾക്കാർക്ക് സൗന്ദര്യം കൂടുതലായിരിക്കും. വലിയ കണ്ണുള്ള കറുത്ത കൃഷ്ണമണി കറുത്തതായിരിക്കും, അതിൻ്റെ അപ്പുറത്ത് വെള്ള നല്ല വെളുത്തതായിരിക്കും. അങ്ങനെയുള്ള അവരാരെപ്പോലെയാണ് കാണാൻ? കഅംസാലിൽ ലുഅ്ലുഇൽ മക്നൂൻ, പൂട്ടിവെക്കപ്പെട്ട, മറച്ചു വെക്കപ്പെട്ട മുത്തുകൾ പോലെ, മുത്തുകളൊക്കെ അവിടെ കാണാൻ.
ഭയങ്കര ഭംഗിയായിരിക്കും അവരെ കാണാൻ, മുത്തുകൾ പോലെ ഉള്ള ഹൂർലീൻ അവിടെയുണ്ട്. ജസാഅ ബിമാ കാനൂ യഅമലൂൻ അല്ലേ, നേരത്തെ പറഞ്ഞ പോയിന്റാണത്. എന്തിനാണ് ഇത് നൽകുന്നത്? ജസാഅ ബിമാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചതിൻ്റെ പ്രതിഫലം എന്നോണം. നമ്മൾ പ്രവർത്തിച്ച പ്രതിഫലമായിട്ടാണ് അള്ളാഹു നമുക്കിത് തരുന്നത്. അപ്പം പ്രവർത്തിക്കേണ്ടത് എവിടെയാണ്? ദുനിയാവിലാണ്. ഈ അനുഗ്രഹങ്ങളൊക്കെ ഖുർആൻ ഇങ്ങനെ ഓതിയാൽ മനസ്സിലാവും. അപ്പോൾ അള്ളാഹ് വാദ ചെയ്യുന്നത് എല്ലാം ആഖിറത്തിലേക്കാണ്, എല്ലാം ആഖിറത്തിലേക്കാണ്. ഭൗതിക ദുനീവിയായ ഒരു സുഖവും നേട്ടം അള്ളാഹു വാദ ചെയ്യുന്നില്ല. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ, നിരോധനങ്ങൾ, നിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് അള്ളാഹ് വാദ ചെയ്യുന്നതെല്ലാം ആഖിറത്തിലാണ്. എന്തെല്ലാം അനുഗ്രഹങ്ങൾ പറയുന്നു എല്ലാം ആഖിറത്തിലാണ്. നമുക്ക് ഇൻഷാല്ലാഹ് സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയും ഇത് വായിച്ച് ചെയ്യുമ്പോൾ നമുക്ക് തിരിയും. അള്ളാഹു ഇവിടെ അള്ളാഹിൻ്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങൾ അനുസരിച്ചവർക്ക് അള്ളാഹു അവിടെ കൊടുക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഇവിടെ അള്ളാഹു പറഞ്ഞല്ലേ, ജസാഅ ബിമാ കാനൂ യഅമലൂൻ. അത് തന്നെ അള്ളാഹു പറഞ്ഞ ഒരു ഹദീസ്, ഖുദ്സിയായ ഹദീസിൽ കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹ് പറഞ്ഞതായിട്ട് റസൂലുള്ള പറയാണ്, അഅദത്തു ലിഇബാദി അസ്സാലിഹീൻ, സാലിഹീങ്ങളായ എൻ്റെ അടിമകൾക്ക് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് മാല ഐനുൻ റഅത്ത്, ഒരു കണ്ണും കാണാത്തത്, വല ഊദുനുൻ സമിഅത്ത്, ഒരു ചെവിയും കേൾക്കാത്തത്, വല ഖതറ അല ബാലി ബഷർ, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ സങ്കല്പിക്കാൻ പറ്റാത്തത്. ചില പണ്ഡിതന്മാർ എഴുതിയത്, നമ്മൾ ദുനിയാവിൽ എന്തെങ്കിലും നാളെ ആഖിറത്തിൽ കിട്ടണമെന്ന് ആഗ്രഹിച്ചാൽ, സ്വർഗത്തിൽ കിട്ടണമെന്ന് ആഗ്രഹിച്ചാൽ, സങ്കല്പിച്ചാൽ അത് സ്വർഗത്തിൽ ഉണ്ടാവില്ല ഈ ഹദീസ് പ്രകാരം. കാരണം മനുഷ്യന് ചിന്തിക്കാൻ പറ്റുന്നതിനും അപ്പുറത്താണ് സ്വർഗത്തിൻ്റെ അനുഭൂതികൾ. എന്തെങ്കിലും ചിന്തിച്ചില്ലെങ്കിൽ അതിനും മേലെയാണ് എന്ന്. അത്രമാത്രം അനുഭൂതികൾ അടങ്ങിയ കാര്യങ്ങൾ അള്ളാഹു സ്വർഗത്തിൽ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന്. അഅദത്തു ലിഇബാദിയ സാലിഹീൻ, സാലിഹീങ്ങളായ എൻ്റെ അടിമകൾക്ക്. അവിടെ സാലിഹ് എന്നാണ് അള്ളാഹ് പ്രയോഗിച്ചത്. അഅദത്തു ലിഇബാദി അസ്സാലിഹീൻ, ആ പ്രയോഗത്തിന് സൂക്ഷ്മതയുണ്ട്. എന്താണ് സാലിഹ് എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ദുനിയാവിൽ ജീവിച്ചവൻ, അവരാണ് സാലിഹ്. നമ്മൾ നേരത്തെ മുഹ്സിൻ എന്ന് പറയില്ലേ, സലാഹിയത്ത്, ഇതൊരു ദറജയാണ്. സാലിഹാകുക എന്നുള്ളതൊരു സ്ഥാനമാണ്. മുഅ്മിനീങ്ങളുടെ സ്ഥാനങ്ങൾ 4 എണ്ണമാണ്. 4 സ്ഥാനങ്ങൾ മുഅ്മിനീങ്ങൾക്കുണ്ട്. ഏറ്റവും ടോപ്പ് സ്ഥാനം നുബുവത്തിൻ്റെ സ്ഥാനമാണ്, അമ്പിയാക്കന്മാരുടെ ദറജയാണ്. രണ്ടാമത്തേത് സിദ്ദീഖീങ്ങളുടെ ദറജയാണ്. മൂന്നാമത്തേത് ശുഹദാക്കളുടെ ദറജയാണ്, ഷഹാദത്ത്. 4മത്തേത് സാലിഹീങ്ങളുടെ ദർജ. ഈ 4 കൂട്ടർ ദർജകളുടെ കൂട്ടത്തിൽ ടോപ്പിലുള്ള 4 പേരാണ്. നമുക്കറിയാം സൗബാൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഒരു ഹദീസ്. സൗബാൻ റളിയല്ലാഹു തആല അൻഹു എപ്പോഴും റസൂലുള്ളാഹിയുടെ കൂടെ ഖാദിമായി നടക്കുന്ന ഒരാളാണ്. റസൂലുള്ള പറയുന്ന കാര്യങ്ങൾ ചെയ്ത് റസൂലുള്ളാഹിന് ഭയങ്കര ഇഷ്ടമുള്ള കൂടെ നടക്കുന്ന ഒരാളാണ്. റസൂലുള്ളാഹിക്ക് ഭയങ്കര ഇഷ്ടമാണ് സൗബാൻ റളിയല്ലാഹു തആല അൻഹുവിനെ. സൗബാൻ റളിയല്ലാഹു തആല അൻഹുവിനെ കുറച്ച് ദിവസം റസൂലുള്ള പള്ളിയിൽ കാണാതായി. റസൂലുള്ള അന്വേഷിച്ച് വീട്ടിലേക്ക് വന്നു, സൗബാൻ റളിയല്ലാഹുവിൻ്റെ വീട്ടിൽ. അപ്പോൾ അദ്ദേഹം രോഗിയായിട്ട് വീട്ടിലുണ്ട്. സൗബാൻ റളിയല്ലാഹു തആല അൻഹുവിനോട് റസൂൽ ചോദിച്ചു, അല്ല സൗബാൻ, എന്താ ഇങ്ങനെ കാണാത്ത, കുറച്ചായല്ല നമ്മളെ കൂടെ വരുന്നില്ലല്ല, എന്ത് പറ്റി? അപ്പോൾ സൗബാൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, പ്രവാചകരെ, ഇന്ന് അങ്ങയുടെ കൂടെ ഞാനുണ്ട്, നമ്മളൊക്കെ അങ്ങനെ സ്നേഹിച്ച് അതിനൊക്കെ ഖിദ്മത്ത് ചെയ്ത് കൂടെ നടക്കുകയാണ്. സൗബാന് കുറച്ച് കാലം ഇതിൽ ചിന്ത വന്നിട്ടുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും താങ്കളും മരിക്കും, ഞാനും മരിക്കും, സൗബാനും മരിക്കും, രണ്ടുപേരും സ്വർഗത്തിൽ എത്തിക്കഴിഞ്ഞാൽ പ്രവാചകൻ അങ്ങ് നബിയാണ്, റസൂലാണ്, ഏറ്റവും ഉയർന്ന ദർജയിലുള്ള ആളാണ്. ഞാൻ സൗബാൻ സാധുവാണ്, സ്വർഗത്തിൽ താഴെ ദർജയിലായിട്ടുണ്ടാകുക. അപ്പോൾ നാളെ സ്വർഗത്തിൽ താങ്കളുടെ കൂടെ എനിക്ക് കൂടാൻ കഴിയില്ലല്ലോ, താങ്കളുടെ കൂടെ സ്വർഗത്തിൽ സഹവസിക്കാൻ എനിക്ക് പറ്റൂലല്ലോ എന്നോർത്തിട്ടാണ് ഞാൻ രോഗിയായത്. ആ സങ്കടമാണ് എന്നെ രോഗിയാക്കിയത് എന്ന്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കി, വമൻ യുതിഇല്ലാഹ വറസൂല ഫൗലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. ആര് അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിക്കുന്നുവോ, അള്ളാഹുവിനെയും അള്ളാഹു റസൂലിനെ അനുസരിച്ച് ജീവിക്കുന്നുവോ, അവർ നബിമാരുടെയും സിദ്ദീഖുകളുടെയും ശുഹദാക്കളുടെയും സാലിഹീങ്ങളുടെയും കൂടെയായിരിക്കും. വഹസുന ഉലൈക റഫീഖ, ഈ കൂട്ടർ ഏറ്റവും നല്ല ചങ്ങാതിമാരായിരിക്കും എന്ന്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു 4 ദർജകൾ പറഞ്ഞു. അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിക്കുന്നവർ ആരുടെ കൂടെയാണ്? ഒന്ന് മിനൻ നബിയ്യീൻ, അമ്പിയാക്കളാണ്, ഏറ്റവും ടോപ്പ് ദർജ. രണ്ടാമത്തെ സിദ്ദീഖ്,
സിദ്ദീഖുകൾ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോലുള്ളവർ. മൂന്നാമത്തത് ഷുഹദ, ഹംസ റളിയല്ലാഹു അൻഹു പോലുള്ള ഷുഹദാക്കൾ. നാലാമത്തത് അസ്സാലിഹീൻ, സാലിഹീങ്ങൾ. മേൽപ്പറപ്പെട്ട 3 പേരും സാലിഹീങ്ങളുമാണ്. അമ്പിയാക്കളും സാലിഹീങ്ങളാണ്, സിദ്ദീഖുകളും സാലിഹീങ്ങളാണ്, ഷുഹദാക്കളും സാലിഹീങ്ങളാണ്. ഈ 3 മൂന്നാമത്തെ ഉയർന്ന ദർജയാണ് സലാഹിയത്തിൻ്റെ ദർജ. അതുകൾ സാലിഹാകുക എന്നുള്ളത്. ദുനിയാവിൽ സാലിഹായാലേ ആഖിറത്തിൽ രക്ഷപ്പെടുള്ളൂ. അതുകൊണ്ട് തന്നെ അള്ളാഹു അങ്ങനത്തെ കർമ്മങ്ങൾ പറയുമ്പോണ്ടല്ലോ സാലിഹ് എന്നാണ്. ഇന്നഹു മിന സാലിഹീൻ. സാലിഹ് എന്ന പ്രയോഗങ്ങൾ ഖുർആൻ പ്രയോഗിച്ചത് കാണാം, ഹദീസിലും അതായി കാണാം. കാരണം നാളെ പരലോകത്ത് എല്ലാവരും മുഅ്മിനാവും. നാളെ കാഫിർ പോലും മുഅ്മിനാവും. എന്തിന്? സ്വർഗ്ഗമുണ്ട്, വിശ്വസിക്കപ്പോൾ നരകമുണ്ട്. അന്ന് എല്ലാവരും മുഅ്മിനീങ്ങളായിരിക്കും, ആരും കാഫിറുണ്ടാവില്ല. കാരണം നിഷേധിക്കെങ്കില്ല, എല്ലാം കണ്ണുകൊണ്ട് കാണാണ്. സ്വർഗ്ഗം നേരെ കണ്ട്, സ്വർഗ്ഗമുണ്ട്, ഞാൻ വിശ്വസിച്ചു, നരകമുണ്ട്, ഞാൻ വിശ്വസിച്ചു. അപ്പം പറഞ്ഞ റബ്ബിർജിഊൻ, ഒന്ന് മടക്കല്ല, ലഅല്ലി അഅമലു സാലിഹ, ഞാൻ ഒന്ന് മടക്ക്, ഞാൻ സാലിഹായ അമൽ ചെയ്യാമെന്ന് സ്വർഗവും നരകവും കാണുമ്പോൾ മുജ്രിമുകൾ പറയുക, ലഅല്ലി അഅമലു സാലിഹ ഫീമാ തറക്, ഞാൻ ഉപേക്ഷിച്ച ആ സാലിഹായ അമലുകൾ ഞാൻ ചെയ്യാം, ഒന്ന് മടക്കെന്ന് പറയും. അന്ന് എല്ലാവരും മുഅ്മിനായിരിക്കും. അതുകൊണ്ട് ലിബാദിയൽ മുഅ്മിനീൻ എന്നല്ല പറഞ്ഞാൽ ലിബാദിയ സാലിഹീൻ എന്ന പ്രയോഗത്തിൽ സൂക്ഷ്മതയുണ്ട് എന്ന്. സാലിഹീങ്ങളായവർക്ക് ഞാൻ ഒരുക്കിയിട്ടുണ്ട്. അതായത് ദുനിയാവിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് മാത്രം ജീവിക്കുന്നവർക്ക്, മുവഹിദും മുത്തബിയുമായവർക്ക് ഞാൻ ഒരുക്കിയിട്ടുണ്ട്. മാ ലാ ഐനുൻ റഅത്, ഒരു കണ്ണും കാണാത്തത്, വല ഉസ്നുൻ സമിഅത്, ഒരു ചെവിയും കേൾക്കാത്തത്, വല ഖതറ അലാ ബാലി ബശർ, മനുഷ്യൻ്റെ ഹൃദയത്തിൽ സങ്കല്പിക്കാൻ പറ്റാത്തത് ഞാൻ ഒരുക്കിച്ചിട്ടുണ്ട്. എന്തിനാണ്? അവിടെയും അള്ളാഹു പറഞ്ഞത് എന്താണ്? റസൂൽ പറഞ്ഞു, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഈ ആയത്ത് ഓതുക. അതായത് വമാ തദ്രി നഫ്സുൻ മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അയ്യുൻ. എന്താണ് ആയത്തിൻ്റെ തുടക്കം? വലാ തഅലമു നഫ്സുൻ മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അയ്യുൻ. കണ്ണിന് കുളിർമയേകുന്ന നാളെ മുഅ്മിനീങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കി വെക്കപ്പെട്ട അനുഗ്രഹങ്ങളെ ഒരു നഫ്സിനും അറിയാൻ പറ്റൂല. എന്തിനാണ് അനുഗ്രഹങ്ങളൊക്കെ ഒരുക്കി വെച്ചത്? ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ, അവർ ചെയ്തതിന് പ്രതിഫലമായിട്ട്. ഇവിടെ ചെയ്തവർക്ക് നാളെ പ്രതിഫലമായിട്ട് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. വലാ തഅലമു നഫ്സുൻ മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അയ്യുൻ, അവർക്ക് വേണ്ടി ഒരുക്കി വെക്കപ്പെട്ട, മറച്ചു വെക്കപ്പെട്ട, ഒത്തിവെക്കപ്പെട്ട കൺകുളിർമകൾ, ഖുർറത്തു അയ്യുൻ, ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട, ആലോചിക്കേണ്ട പ്രയോഗങ്ങളാണ്. ഇവിടെ എങ്ങനെ ജീവിക്കണം എന്നതിന് നമ്മൾ തീരുമാനിക്കാൻ. അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് തന്നെ ജീവിക്കണം. ആരെന്ത് പറഞ്ഞാലും, ആര് കളിയാക്കിയാലും, ആര് കൊഞ്ഞനം കുത്തിയാലും. കാരണം ഈ ഒരുക്കപ്പെട്ടത് കിട്ടണമെങ്കിൽ ഇവിടെ അങ്ങനെ ജീവിക്കണം. ആർക്കെങ്കിലും വേണ്ടിയിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ആക്കിയാൽ നമുക്കിത് നഷ്ടമായി മാറും. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വയഖൂലു സുബ്ഹാനഹു വതആല മുത്തഖീന അലാ സുറുരിൻ മസ്ഫൂഫ, അടുക്കടുക്ക് വെക്കപ്പെട്ട, സഫായി വെക്കപ്പെട്ട കട്ടിലുകളുടെ മേൽ ചാരി ഇരുന്നിട്ടുണ്ടവർ. മുത്തഖീന, അവർ ചാരി ഇരുന്നിട്ടുണ്ടാവും. ഇവിടെ സുറൂറിൻ മസ്ഫൂഫ എന്ന് പറഞ്ഞത്. സുഹൃത്തിൽ വാക്യം പറഞ്ഞിട്ടുണ്ട് അലാ സുറൂരിൻ മൗദൂന, സ്വർണ്ണ നൂലിനാൽ നൂൽക്കപ്പെട്ട കട്ടിലിൻ്റെ മേൽ. സ്വർഗത്തിൽ കിട്ടുന്ന കട്ടിൽ എന്തായിരിക്കും? സ്വർണത്തിൻ്റെ നൂല് കൊണ്ട് നൂൽക്കപ്പെട്ടതായിരിക്കും. മൽനൂന. മുത്തഖീന അലാ സുറുരിൻ മസ്ഫൂഫ വസവ്വജ്നാഹും ബിഹൂരിൻ ഐൻ. വസവ്വജ്നാഹും, സ്വർഗത്തിലുള്ളവർക്ക് നാം വിവാഹം ചെയ്തു കൊടുക്കും ഹൂറുൽ ഐനുകളെ. നേരത്തെ പറഞ്ഞ കൺതടം വിശാലമായ പെണ്ണുങ്ങളെ അവർക്ക് വേണ്ടി ഒരുക്കിച്ചു കൊടുക്കും. അവരെ ഒരുക്കി വെച്ചിട്ടുള്ളത് അള്ളാഹു അവരെ സൃഷ്ടിച്ചിട്ട് ഒരു ടെൻറ്റിനുള്ളിൽ ഒരുക്കി വെച്ചിട്ടുള്ളത്. ഫീഹിന്ന ഖാസിറാത്തു തർഫ് ലം യത്മിസ്ഹുന്ന ഇൻസുൻ ഖബ്ലഹും വലാ ജാൻ. ആരും കണ്ടിട്ടില്ല, ആരും അവരെ ആസ്വദിച്ചിട്ടില്ല, ആരും അവരെ സ്പർശിച്ചിട്ടില്ല. ഒരു ഹൈമേൽ എടുത്തു വെച്ചിട്ടുള്ളത് മുഅ്മിനുകൾക്ക് വേണ്ടി ഒരുക്കി വെക്കപ്പെട്ടതാണ്. അള്ളാഹു പറയുന്നുണ്ട് ഇന്ന അൻശഅനാഹുന്ന ഇൻശാഅ, ഹൂറുൽ ഐനുകളെ നാമാണ് പടച്ചത്. ഫജഅൽനാഹുന്ന അബ്കാറ, നാം അവരെ കന്യകളാക്കിയിട്ടുണ്ട്. വിധവകളല്ല, കന്യകളാണ് അവർ. മറ്റൊരാൾ വിവാഹം ചെയ്യാത്ത ആൾക്കാണ് കന്യക എന്ന് പറയുക. ബിക്ർ, അബ്കാറിൻ ജമാണ്. ബിക്റുൻ ജമ അബ്കാർ, മറ്റു വിവാഹം ചെയ്യാത്ത. അതായത് ആയതുകൊണ്ട് അതാണ് ഫീഹിന്ന ഖാസിറാത്തു തർഫ് എന്ന് പറഞ്ഞത്.
ലം യത്മിസുഹുന്ന ഇൻസുൻ ഖബ്ലഹും വലാ ജാൻ, മനുഷ്യനോ ജിന്നോ കാണുകയോ ആസ്വദിക്കുകയോ തൊടുകയോ ചെയ്യാത്ത പെണ്ണുങ്ങളാണ് അവർ. ഫജഅൽനാഹുന്ന അബ്കാറ ഉറുബൻ അത്റാബ. ഉറുബ് അറൂബ് എന്ന് ജമ്മാണ്. ഉറുബ് എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് സംസാരിക്കുന്നവർ, ആകർഷിപ്പിക്കുന്ന സംസാരിക്കുന്നത്, ഭർത്താവിനെ സുഖിപ്പിക്കുന്ന സംസാരിക്കുന്ന പെണ്ണിനാണ് അറൂബ് എന്ന് പറയുക. എന്ന് ജമ്മാണ് ഉറുബ്. അവളെ സംസാരം കേട്ടാൽ ആകർഷണീയത ഉണ്ടാവും, ഇഷ്ടം തോന്നും. ലാളനയോടെ സ്നേഹത്തോടെ ആകർഷിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുന്ന പെണ്ണ് അതായിരിക്കും ഹൂറുൽ ഐൻ. അവരുടെ സംസാരം കേട്ടാൽ അവരുടെ ഇഷ്ടം കൂടും, വീണ്ടും ഇഷ്ടമാവും, അവരുടെ താല്പര്യം കൂടും, അവരുടെ സംസാരം കേൾക്കാൻ ആഗ്രഹം ഉണ്ടാവും. അങ്ങനത്തെ ആൾക്കാരുടെ സംസാരം കേൾക്കാൻ ആഗ്രഹം ഉണ്ടാവും, ആനന്ദമുണ്ടാക്കുന്ന സംസാരിക്കുന്നവർ. അത്റാബ് എന്ന് പറഞ്ഞാൽ സമപ്രായക്കാർ, ഒരേ പ്രായത്തിലുള്ള ആൾക്കാരായിരിക്കും. പണ്ഡിതന്മാർ എഴുതിയത് ഇന്നലിൽ മുത്തഖീന മഫാസ വഹദായിക വഅനാബ വകവായിബ അത്റാബ. കായിബ് കവായിബ അത്റാബ എന്ന് പറഞ്ഞാൽ, കായിബ് എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരികളായ പെണ്ണുങ്ങൾക്കാണ്. സ്ഥലം പൊന്തി നിൽക്കുന്ന സമപ്രായക്കാരായ പെണ്ണുങ്ങൾക്ക് പറയുന്നതാണ്. 30-ും 40-ൻ്റെയും ഇടയിലുള്ള പ്രായമായിരിക്കും ആ പെണ്ണുങ്ങൾ എന്നാണ്. ഇതൊക്കെ അവിടെയുള്ള മുഅ്മിനീങ്ങൾക്ക് ആസ്വദിക്കാൻ വേണ്ടി അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. ഉറുബൻ അത്റാബ ലി അസ്ഹാബിൽ യമീൻ. ആർക്കാണത്? അസ്ഹാബുൽ യമീൻ ആണ്. അസ്ഹാബുൽ യമീൻ മാ അസ്ഹാബുൽ യമീൻ, വലതുപക്ഷക്കാർ. എന്താണ് അവരുടെ അവസ്ഥ? അവർ ഫീ സിദിരിൻ മഖ്ലൂദ് വതൽഹിൻ മൻലൂദ് വലില്ലി മംദൂദ് വമാഇൻ മസ്കൂബ് വഫാകിഹത്തിൻ കസീറ ലാ മഖ്തൂഅത്തിൻ വലാ മംനൂഅ. അസ്ഹാബുൽ യമീൻ അവർ ആസ്ഥാനം പറയാണ്, വലതുപക്ഷക്കാർ. അവർക്ക് വേണ്ടി ഒരുക്കി വെക്കപ്പെട്ടതാണ് അസ്ഹാബുൽ യമീൻ. മുഅ്മിനീകളാണ്, മുത്തഖികളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, യഖൂലു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ജന്നതി ഖൈമത്തുൻ. സ്വർഗ്ഗത്തിൽ ഒരു ടെന്റ് ഉണ്ട്. ഖൈമ, ടെന്റ്. മിൻ ലുഅത്തിൻ മുജവ്വഫ. ഉള്ളു വിശാലമായ മുത്തിനാലുള്ള ഖൈമ. പുറത്ത് കാണാൻ ചെറിയതായിരിക്കും, ഉള്ളിൽ കയറിയാലോ വിശാലമായ ഹാളായിരിക്കും. ഉള്ളു പൊള്ളയായ മുജവ്വഫ, ജൗഫ്, ഉള്ളു പൊള്ളയായ, ഉള്ളു വിശാലമായ മുത്തിനാലുള്ള ഹൈമകൾ സ്വർഗത്തിലുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അർളുഹാ 60 മൈലൻ. അതിൻ്റെ വീതി 60 മൈലാണ്. 1 മൈൽ എന്ന് പറഞ്ഞാൽ 1 കിലോമീറ്ററും 600 മീറ്ററും. 1.5 കിലോമീറ്റർ കുറച്ചധികം ആണ് 1 മൈൽ. അങ്ങനെ 60 മൈൽ എന്ന് പറഞ്ഞാൽ എത്രയായി? 95-96 കിലോമീറ്റർ അല്ലേ? അത്ര മൈൽ വീതി, അത്ര കിലോമീറ്റർ വീതിയാണ് സ്വർഗത്തിന്. 60 മൈൽ. ഫീ കുല്ലി സാവിയത്തിൻ മിൻഹാ അഹ്ലുൻ. ഓരോ മൂലയിലും ആൾക്കാരുണ്ട്. മാ യറൗനൽ ആഖരീൻ. അവർ മറ്റുള്ളവരെ കാണൂല. ഓരോ നാട്ടിലും ഓരോ ഏരിയയിലും ആൾക്കാരുണ്ട്, മഹല്വാസികളുണ്ട്. ആ മഹല്വാസികൾ അടുത്ത മഹലിലെ ആൾക്കാരെ കാണൂല. ആ രീതിയിൽ ഓരോ മൂലയിലും ആൾക്കാരുണ്ട് എന്ന്. യതൂഫു അലൈഹിം അൽ മുഅ്മിൻ. മുഅ്മിൻ അവരിൽ ഇങ്ങനെ ചുറ്റും എന്ന്. സ്വർഗ്ഗത്തിലെ ആൾക്കാരെ കുറിച്ച് പറയാണ്. വയഖൂലുല്ലാഹു സുബ്ഹാനഹു വതആല ഫി വസ്ഫി മസാകിനി വഗുറഫി അൽ ജന്ന. സ്വർഗ്ഗത്തിലെ റൂമുകളെ കുറിച്ചും വീടുകളെ കുറിച്ചിട്ടും അല്ലാഹു പറയാണ്. ലാകിനില്ലദീന തഖൗ റബ്ബഹും. എന്നാൽ തൻ്റെ റബ്ബിൻ്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിച്ചവർ. അല്ലദീന ഇത്തഖൗ, തഖ്വയുള്ളവർ അല്ലേ? ഖുർആനിൽ സ്വർഗ്ഗം വാഗ്ദാനം ചെയ്യപ്പെട്ട ആയത്തുകൾ നോക്കിയൊക്കെ. തിൽക്കൽ ജന്നത്തുല്ലത്തി ഊരിസ്തുമൂഹ മൻ കാന തഖിയ അല്ലേ? എന്താണ് ആയത്ത്? തിൽക്കൽ ജന്നത്തുല്ലത്തി നൂരിസു മിൻ ഇബാദിന മൻ കാന തഖിയ. തിൽക്കൽ ജന്നത്തുല്ലത്തി ഊരിസ്തുമൂഹ. കുറേ ആയത്തുകളൊക്കെ തഖ്വ ഉഇദ്ദത്തിൽ മുത്തഖീൻ. തഖ്വ ചെയ്തവർക്കുള്ള. തഖ്വ എന്ന് പറയുന്നത് എന്താണ്? അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിക്കുന്നവർ. വിശ്വാസകാര്യങ്ങളും കർമ്മകാര്യങ്ങളും സ്വഭാവകാര്യങ്ങളിലും അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും പാലിക്കുന്നവർ. ഇവർക്കാണ് മുത്തഖി എന്ന് പറയുക. ലാകിനില്ലദീന തഖൗ റബ്ബഹും. തൻ്റെ റബ്ബിനെ സൂക്ഷിക്കുന്നവർക്ക് അവർ ലഹും അവർക്കുണ്ട് ഗുറഫുൻ ചില റൂമുകളുണ്ട്. ഗുർഫത്തുൻ എൻ്റെ ജമാണ് ഗുറഫ്.
ചില റൂമുകളുണ്ട്. മിൻ ഫൗഖിഹാ ഖുറഫുൻ മബ്നിയ, അതിൻ്റെ മേലെ എടുക്കപ്പെട്ട വീണ്ടും റൂമുകളുണ്ട്. ഒന്നിൻ്റെ മേൽ ഒന്നായി എടുക്കപ്പെട്ട റൂമുകൾ അവർക്കുണ്ട്. തജ്രി മിൻ തഹ്തിയ അൽ അൻഹാർ, ആ റൂമുകൾക്കടിയിലൂടെ നദികൾ വരുന്നുണ്ട്. ഇപ്പോഴത്തെ റിസോർട്ട് അല്ലേ, വലിയ റിസോർട്ടിൽ താഴെ സ്വിമ്മിംഗ് പൂളുണ്ട്, അരുവികളുണ്ടെന്ന് പറയുന്ന പോലെ ഒരു വലിയ ഒന്നിൻ്റെ മേൽ ഒന്നായി എടുക്കപ്പെട്ട റൂമുകൾ അവിടെ സ്വർഗ്ഗക്കാർക്കുണ്ട്. അടിയിലൂടെ അരുവികൾ ഒഴുകുന്നുണ്ട്. എന്താ അരുവി? ഞാൻ നേരത്തെ പറഞ്ഞ 4 അരുവികൾ. നല്ല ശുദ്ധമായ വെള്ളത്തിൻ്റെ, ശുദ്ധമായ പാലിൻ്റെ, ശുദ്ധമായ തേനിൻ്റെ, ആസ്വാദ്യമുണ്ടാകുന്ന കള്ളിൻ്റെ അരുവികൾ ഇങ്ങനെ ഒഴുകുന്നുണ്ടാവും. അള്ളാഹ് പറയാണ് ഖുർആനിൽ, വഅദല്ലാഹി ലാ യുഖ്ലിഫുല്ലാഹുൽ മിആദ്, അള്ളാഹുവിൻ്റെ വാദയാണ്. അള്ളാഹുവിൻ്റെ വാഗ്ദാനം ലംഘിക്കുകയില്ല. ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മിആദ്, അള്ളാഹു ഒരിക്കലും വാദ ലംഘിക്കാത്തവനാണ്, ഒരിക്കലും ലംഘിക്കൂല. അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിക്കാൻ തയ്യാറായാൽ ഈ പറയപ്പെട്ടതെല്ലാം അള്ളാഹു കൊടുത്തിരിക്കും. ഇത് അള്ളാഹിൻ്റെ വാദയാണ്, ഇത് അള്ളാഹു ലംഘിക്കുകയില്ല എന്ന്. ഖാല ഇബ്നു കസീർ റഹിമഹുല്ലാഹ്, ഈ ആയത്തിനെ വിശദീകരിച്ചിട്ട് ഇബ്നു കസീർ പറയാണ്, അഖ്ബറ ജല്ല വഅല അൻ ഇബാദിഹി അസ്വാദ, അള്ളാഹുവിൻ്റെ സൗഭാഗ്യവാന്മാരായ സഈദുകളായ അടിമകളെ കുറിച്ചിട്ട് അള്ളാഹ് പറയാണ്, അന്ന ലഹു മുഗ്റഫൻ ഫിൽ ജന്ന, അവർക്ക് സ്വർഗത്തിൽ റൂമുകളുണ്ട്. വഹിയ അൽ ഖുസൂറു ഷാഹിഖ, ഇവിടെ ഉർഫത്തോട് ഉദ്ദേശിക്കുന്നത് ഉയർന്ന കോട്ടകളാണ്. ഖസ്ർ കൊട്ടാരം, ഉയർന്ന കൊട്ടാരങ്ങളാണ് ഇവിടെ ഉർഫത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഉറഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മിൻ ഫൗഖിഹാ ഖുറഫുൻ മബ്നിയ എന്ന് പറഞ്ഞാൽ തിബാഖുൻ ഫൗഖ തിബാഖ്, ഒന്നിൻ്റെ മേൽ ഒന്നായി, മേൽക്ക് മേൽ. മബ്നിയാത്തുൻ മുഹ്കമാത്ത് മുസഖ്റഫാത്തുൻ ആലിയാത്ത്, നല്ല ഭദ്രമായി ഉണ്ടാക്കപ്പെട്ട അലങ്കരിക്കപ്പെട്ട ഉയർന്ന കൊട്ടാരങ്ങൾ, കൊത്തടങ്ങൾ എന്ന് പറയില്ലേ, കൊട്ടാരങ്ങൾ അവർക്കുണ്ട് എന്ന്. ഇതാണ് അതിൻ്റെ ഉദ്ദേശമെന്ന്. വൻ അബി മാലിക് അശ്അരി റളിയല്ലാഹു തആല അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബൂ മാലിക് അൽ അശ്അരി റളിയല്ലാഹു അൻഹു പറയാണ്, ഇന്ന ഫിൽ ജന്നതി ഖുറഫൻ, തീർച്ചയായും സ്വർഗ്ഗത്തിൽ ചില റൂമുകളുണ്ട്. യുറാ ലാഹിറുഹാ മിൻ ബാത്തിനിഹാ വ ബാത്തിനുഹാ മിൻ ലാഹിരിഹാ, സ്വർഗ്ഗത്തിൽ ചില റൂമുകളുണ്ട്, അതിൻ്റെ പുറം ഉള്ളിൽ നിന്ന് കാണും, ഉള്ളിൽ പുറത്തുനിന്ന് കാണും. അതായത് ഗ്ലാസിനാലുള്ള ചില റൂമുകൾ സ്വർഗത്തിലുണ്ട്. പുറത്ത് നോക്കിയാൽ ഉള്ളിൽ കാണും, ഉള്ളിൽ നോക്കിയാൽ പുറത്ത് കാണും. അങ്ങനെയുള്ള അല്ലാഹു തആല, അള്ളാഹു അത് ഒരുക്കി വെച്ചായിരിക്കാണ് ലിമൻ അത്അമത്താം, ഫുഡ് കൊടുത്തവർക്ക്. ഭക്ഷിപ്പിക്കുക എന്നുള്ളത് വലിയ അമലാണ്. അത്അമത്താം, ഭക്ഷിപ്പിക്കുന്നവർക്ക്. വ അലാനൽ കലാം, ലോലമായി സംസാരിക്കുന്നവർക്ക്. വ താബ അസിയാം, നോമ്പിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോമ്പ് നോൽക്കുന്നവർക്ക്. വ അഫ്ഷ സലാം, സലാം വ്യാപിപ്പിക്കുന്നവർക്ക്. വസല്ല ബില്ലൈലി വന്നാസു നിയാം, ജനങ്ങൾ രാത്രി ഉറങ്ങിക്കിടക്കെ എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുന്നവർക്ക്. വലിയ അമലുകളാണ്, ചെറിയ ചെറിയ അമലുകളാണ്. ദറജയിൽ വലുതാണ്, ചെയ്യാൻ ചെറുതാണ്. സിമ്പിളല്ലേ, നമ്മളിപ്പോൾ ചെയ്യുന്ന അമലുകളാണ്. അത് കൃത്യമായി ഈ ഹദീസ് പഠിക്കുക, പറയപ്പെട്ട അമലുകൾ കൃത്യമായി ചെയ്യാൻ ശ്രദ്ധിച്ചാൽ നേടാവുന്നതേ ഉള്ളൂ. സിമ്പിളായ അമലുകളാണ്, പക്ഷെ വലിയ ദറജയുള്ള അമലുകളാണ്. ഈ അമലുകൾ ചെയ്തവർക്ക് അള്ളാഹു സ്വർഗം ഒരുക്കിയിട്ടുണ്ട്. സ്വർഗത്തിൽ റൂമുകളുണ്ട്. യുറാ ലാഹിറുഹാ മിൻ ബാത്തിനിഹാ വ ബാത്തിനുഹാ മിൻ ലാഹിരിഹാ. അങ്ങനെ കുറേ അമലുകൾ അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അത് നമ്മൾ പ്രത്യേകം പഠിക്കേണ്ടത് തന്നെയാണ്. സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന അമാലുകൾ, അൽ അഅമാലുല്ലത്തി തുദ്ഖിലുൽ മുഅ്മിനൽ ജന്ന, അല്ലെങ്കിൽ തുദ്ഖിലുൽ അബ്ദൽ ജന്ന. പണ്ഡിതന്മാർ ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. നരകത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന അമലുകൾ, സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന അമലുകൾ എന്ന് പറഞ്ഞു ധാരാളം അമലുകൾ എഴുതിയിട്ടുണ്ട്. ഹദീസിൽ വന്ന അമലുകൾ. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ സ്വപ്നത്തിൽ കാണും. ഒരിക്കൽ സ്വബീഖ് റസൂലുള്ളാഹി പറയാണ്, ഞാൻ എൻ്റെ റബ്ബിനെ ഏറ്റവും നല്ല രൂപത്തിൽ സ്വപ്നത്തിൽ കണ്ടു. റഅയ്തു റബ്ബി ഫി അഹ്സനി സൂറ. അള്ളാഹു എൻ്റെ അടുക്കിലേക്ക് വന്ന് എന്നോട് ചേർന്ന് എനിക്ക് കുറച്ച് കാര്യം സംസാരിച്ചു. ഇതല്ല ചോദിച്ചു, ഉന്നതങ്ങളായ സമൂഹം, ഉന്നത സഭയിലിരിക്കുന്ന മലക്കുകൾ എന്തിനെക്കുറിച്ചാണ് തർക്കിക്കുന്നത് എന്നറിയുമോ? റസൂൽ പറഞ്ഞു അറിയും. എന്തിനെക്കുറിച്ചാണ്? റസൂൽ പറഞ്ഞു ഫിൽ കഫാറാത്ത്, കഫാറാത്തിനെ കുറിച്ചാണ്. അതായത് ചില കർമ്മങ്ങൾ, ആ കർമ്മങ്ങൾ നമ്മൾ നിർവഹിച്ചാൽ നമ്മുടെ പാപങ്ങൾ ആ കർമ്മങ്ങൾ കാരണത്താൽ അല്ലാഹു മായ്ച്ചു കളയും. അതാണ് കഫാറത്ത് എന്ന് പറയുക, പ്രായശ്ചിത്തം. ചില സാലിഹായ അമലുകളുണ്ട്, ആ അമലുകൾ നമ്മൾ ചെയ്താൽ നമ്മുടെ ചെറുപാപങ്ങൾ അല്ലാഹു മായ്ച്ചു കളയും.
അങ്ങനെയുള്ള കർമ്മങ്ങളെക്കുറിച്ചാണ് ഉന്നത സഭയിലുള്ള മലക്കുകൾ തർക്കിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അല്ലാഹു ചോദിച്ചു, ഏതൊക്കെയാണ് ആ അമലുകൾ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒന്ന് മശ്യുൽ അഖ്ദാം ഇലൽ ജമാഅത്ത്, ജമാഅത്തായി നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് നടന്നു പോക്ക്. ജമാഅത്ത് നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് നടന്നു വന്നാൽ ഉള്ള പാപങ്ങൾ, ചെറു പാപങ്ങൾ അല്ലാഹു മാപ്പാക്കും. വൽ ജുലൂസു ഫിൽ മസാജിദ് ബഅദ സലവാത്ത്, നിസ്കരിച്ചതിന് ശേഷം പള്ളിയിൽ തന്നെ ഇരിക്കുക, അടുത്ത നിസ്കാരം പ്രതീക്ഷിച്ചിട്ട്. ചില പണ്ഡിതന്മാർ ഇതിൻ്റെ മറ്റ് റിപ്പോർട്ടുകൾ പരിശോധിച്ച് പറഞ്ഞത് അടുത്ത നിസ്കാരത്തെ പ്രതീക്ഷിച്ച് നിൽക്കുക. ഒരു നിസ്കാരം കഴിഞ്ഞാൽ മഗ്രിബ് കഴിഞ്ഞല്ലോ, ഇഷായോ ടൈമായോ എന്ന് പ്രതീക്ഷിക്കുക. ചില പണ്ഡിതന്മാർ പറഞ്ഞത് പള്ളിയിൽ തന്നെ ഇരിക്കുക. ഒരു നിസ്കാരം കഴിഞ്ഞാൽ അടുത്ത നിസ്കാരം വരെ പള്ളിയിൽ തന്നെ ഇരിക്കുക, അടുത്ത നിസ്കാരവും കാത്തിട്ടിരിക്കുക. എന്താണ് അതുകൊണ്ട് ഉദ്ദേശം? അത് ഈ ഹദീസിൽ വന്നാൽ അങ്ങനെ തന്നെയാണ്. അൽ ജുലൂസു ഫിൽ മസാജിദി ബഅദ സലവാത്ത്, നിസ്കാരത്തിന് ശേഷം പള്ളിയിൽ തന്നെ ഇരിക്കുക. വഇസ്ബാഗുൽ വുദൂഇ ഫിൽ മക്റൂഹാത്ത്, ബുദ്ധിമുട്ടും പ്രയാസമുള്ള സന്ദർഭത്തിലും വുദൂ പൂർണ്ണമായി എടുക്കുക. നല്ല തണുപ്പുള്ള സമയത്ത് വുദൂ എടുക്കാൻ പ്രയാസം ഉണ്ടാവും, അപ്പോഴും പൂർണ്ണമായി വുദൂ ചെയ്യുക. അല്ലെങ്കിൽ ബുദ്ധിമുട്ടെന്തെങ്കിലുള്ള സമയത്ത് വുദൂ ചെയ്യാൻ പ്രയാസമുള്ള സന്ദർഭത്തിലൊക്കെ സഹിച്ച് വുദൂ പൂർണ്ണമായി എടുക്കുക. അങ്ങനെ എടുത്താലും ആ പ്രവർത്തനം കാരണത്താൽ നമ്മുടെ പാപങ്ങൾ അല്ലാഹു മാപ്പാക്കുന്നതാണ്. കഫാറ. അല്ലാഹു ചോദിച്ചു, പിന്നെന്തിനെ കുറിച്ചാണ് അവർ ചർച്ച ചെയ്യുന്നത്? റസൂൽ പറഞ്ഞു, ഫിദ്ദറജാത്ത്, ദറജകളെ കുറിച്ചാണ്. കഫാറത്ത് പാപങ്ങൾ മായ്പിച്ച് കളയുക. ദറജ എന്ന് പറഞ്ഞാൽ ചില സാലിഹായ അമലുകൾ ചെയ്താൽ ആ അമലുകൾ കാരണത്താൽ അല്ലാഹു നമ്മുടെ ദറജ ഉയർത്തും, ദറജകൾ ഉയർത്തും. നേരത്തെ പാപം മായ്ച്ചതെന്നല്ല പറഞ്ഞത്. അതേപോലെ തന്നെ ഒരു അമൽ ചെയ്യുമ്പോൾ ആ അമൽ കാരണത്താൽ നമ്മുടെ ഒരു സ്ഥാനം ഉയരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ചോദിച്ചു, ഏതൊക്കെയാണ് ആ അമൽ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത്ആമു തആം, ഭക്ഷിപ്പിക്കലാണ്. മറ്റുള്ളവർക്ക് ഭക്ഷണം നൽകുക എന്നുള്ളത് ഭയങ്കര അമലാണ്. രണ്ടാമത്തേത് ലീനുൽ കലാം, ഇത് ലോലമായി സംസാരിക്കുക, സോഫ്റ്റായി സംസാരിക്കുക. മൂന്നാമത്തേത് വസ്സലാത്തു ബില്ലൈലി വന്നാസു നിയാം, ജനങ്ങളൊക്കെ രാത്രി ഉറങ്ങിക്കിടക്കുക എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കൽ. ഇതൊക്കെ ദറജ ഉയർത്തുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ കുറേ അമലുകളുണ്ട്. സ്വർഗത്തിൽ പാപങ്ങൾ മായ്ക്കപ്പെടുന്ന സ്വർഗത്തിൽ ദറജകൾ കിട്ടുന്ന ഒരുപാട് അമലുകളുണ്ട്. ആ അമലുകൾ ചെയ്തവർക്കുള്ള കൂലിയായിട്ട് പറഞ്ഞത് ഇന്ന ഫിൽ ജന്നത്തി ഖുറഫൻ, സ്വർഗത്തിൽ ചില കൊട്ടാരങ്ങളുണ്ട്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹിയുടെ തഫ്സീർ പ്രകാരം ഖുറഫിന് എന്നർത്ഥം കൊട്ടാരങ്ങൾ. ചില കൊട്ടാരങ്ങളുണ്ട്, ഉള്ളിൽ നിന്ന് പുറം കാണുന്ന, പുറത്തുനിന്ന് ഉള്ളിൽ കാണുന്ന. ഇതൊക്കെ അവർക്ക് കൊണ്ട് നിശ്ചയിക്കപ്പെട്ടതാണ് എന്ന്. വേറൊരു ഹദീസിൽ കാണാം, അബൂ ഹുറൈറ റളിയല്ലാഹു തആല ഉദ്ധരിക്കുന്ന ഹദീസിൽ, അന്നഹും സഅലു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ബിനായിൽ ജന്ന, സ്വർഗത്തെ എങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, അതിലുള്ള ബിൽഡിങ്ങുകളെ കുറിച്ച് സഹാബാക്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. ഫഖാല അലൈഹി സ്വലാത്തു വസ്സലാം, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, ലബിനത്തും മിൻ ഫിദ്ദ, ഒന്ന് വെള്ളിയാലുള്ള ഇഷ്ടിക, വലബിനത്തും മിൻ ദഹബ്, മറ്റൊന്ന് സ്വർണ്ണത്താലുള്ള ഇഷ്ടിക. അങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. വമിലാത്തുഹ അൽ മിസ്കുൽ അദ്ഫർ, ഈ ഇഷ്ടിക വെച്ചിട്ട് നമ്മൾ സിമെൻറ്റ് വെക്കൂലേ, സിമെൻറ്റ് ഇടില്ല, ആ സിമെൻറ്റിന് എന്താണ് അവിടെ അൽ മിസ്കുൽ അദ്ഫർ, ശക്തമായ സുഗന്ധമുള്ള മിസ്ക്, കസ്തൂരി, അതാണ് അതിൻ്റെ മിലാത്ത്, അതിൻ്റെ കൂട്ട്. ഒട്ടിക്കാൻ വേണ്ടിയിട്ട് അതിന് കൂട്ട് വിടുക, അതിന് വെക്കുന്ന ക്യാപ്പടക്കാൻ വേണ്ടി വെക്കുന്നത് എന്താണ്? അൽ മിസ്കുൽ അദ്ഫർ. അദ്ഫർ എന്ന് പറഞ്ഞാൽ ശക്തമായ സുഗന്ധമുള്ള, മിസ്ക് എന്ന് പറഞ്ഞാൽ കസ്തൂരി. ഹസ്ബാഉഹ അൽ-ലുഅ്ലു വൽ യാഖൂത്ത്, ഹസ്ബാ എന്ന് പറഞ്ഞാൽ അതിലെ കല്ലുകൾ, സ്വർഗത്തിലെ കല്ലുകൾ. നമ്മൾ ചിരൽക്കല്ലൊക്കെ ഉണ്ടല്ലോ, ചിരൽക്കല്ല് മറ്റു കല്ലുകളൊക്കെ ഉണ്ടല്ലോ. സ്വർഗത്തിലെ കല്ല് എന്ന് പറഞ്ഞാൽ അൽ-ലുഅ്ലു, മുത്തുകൾ, വൽ യാഖൂത്ത് എന്താ പറയുക, പവിഴങ്ങൾ, മുത്തുകൾ, മാണിക്യങ്ങൾ, അതൊക്കെയാണ്. വതുർബത്തുഹ സഅഫറാൻ, അതിൻ്റെ മണ്ണ് സഅഫറാനാണ്. മൻ യദ്ഖുലുഹ, ആരെങ്കിലും അതിൽ പ്രവേശിച്ചാൽ യൻഅമു വലാ യബ്അസ്, എപ്പോൾ അനുഗ്രഹത്തിലാണ്, നിരാശ ഉണ്ടാവില്ല. വയഖ്ലുദു വലാ യമൂത്ത്, എപ്പോഴും ജീവിച്ചിരിക്കും, അവൻ മരിക്കുകയില്ല. ഖാലിദാണ് അവിടെ, കാലാകാലമാണ് അവനവിടെ. ലാ തബ്ലാ സിയാബുഹും വലാ യഫ്നാ ശബാബുഹും, അവരുടെ വസ്ത്രങ്ങൾ ദുരിപ്പിക്കുകയില്ല, അവരുടെ യുവത്വം നശിക്കുകയില്ല, എപ്പോൾ യുവാക്കന്മാരായിരിക്കും അവർ. അങ്ങനെയാണ് അവരുണ്ടാവുക എന്നുള്ളത്. ഇതൊക്കെ എന്താണ്? സ്വർഗത്തിലെ വിശേഷണങ്ങളാണ്. യഖൂലു ഷാരിഹു റഹിമഹുല്ലാ, ഈ ഒരു പണ്ഡിതനെ ഉദ്ധരിക്കുകയാണ്. ആ പണ്ഡിതൻ പറഞ്ഞു,
ഖാല അല്ലാഹു തആല വസവ്വജ്നാഹും ബിഹൂറിൻ ഐൻ, അവർക്ക് ഹൂറുൽ ഐനെ വിവാഹം ചെയ്തു കൊടുക്കുമെന്നുള്ള പറഞ്ഞല്ലോ. വസവ്വജ്നാഹും ബിഹൂറിൻ ഐൻ. ആരാണ് അൽ ഹൂർ? ഹൂർ എന്ന് പറഞ്ഞാൽ ജമു ഹൗറ ആണ്. വഹിയ അൽ മർഅത്തു ശാബത്തുൽ ഹസ്നാഉൽ ജമീലത്തുൽ ബൈളാ ശദീദത്തു സവാദിൽ ഐൻ. സുന്ദരിയായ വെളുത്ത നിറമുള്ള കണ്ണ് കറുത്ത യുവതിയായ പെണ്ണിനാണ് ഹൂർലി എന്ന് പറയുക. ചില അഭിപ്രായത്തിലുള്ളത് കൺതടം വിശാലമായത് എന്നാണ്. അതാണ് പ്രബലമായ അഭിപ്രായം എന്നും പറയുന്നുണ്ട്. അല്ലാഹു അഅലം. ലാസ്റ്റ് കഴിഞ്ഞ് സ്വർഗത്തിൽ കിട്ടുന്ന നാലാമത്തെയും അഞ്ചാമത്തെയും അനുഗ്രഹങ്ങൾ. ഒന്ന് അക്ലു അഹ്ലിൽ ജന്ന, നാലാമത്തേത്. അഞ്ചാമത്തേത് വശറാബുഹും, അവിടെ പാനീയം, ഭക്ഷണവും പാനീയവും സ്വർഗത്തിൽ കിട്ടുന്ന മറ്റനുഗ്രഹങ്ങളാണ്. യഖൂലുല്ലാഹു സുബ്ഹാനഹു വ തആല വബശ്ശിരില്ലദീന ആമനു വഅമിലുസ്സാലിഹാത്ത്. അള്ളാഹുവിനെ അംഗീകരിക്കുകയും സൽപ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്തവർക്ക് താങ്കൾ സന്തോഷ വാർത്ത അറിയിക്കുക. അന്നലഹും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, അവർക്ക് അടിയിലൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകൾ ഉണ്ട് എന്ന് സന്തോഷ വാർത്ത അറിയിക്കുക. അപ്പോൾ ഈമാനും അമലുസാലിഹാത്തും ഉള്ളവർ. കുല്ലമാ റുസിഖു മിൻഹാ മിൻ സമറത്തിൻ റിസ്ഖൻ, അവർക്ക് റിസ്ക്കായി പഴവർഗ്ഗങ്ങൾ നൽകപ്പെടുമ്പോഴെല്ലാം ഖാലു ഹാദല്ലദീ റുസിഖ്നാ മിൻ ഖബൽ, അവർ പറയും ഇത് നമുക്ക് മുമ്പ് കിട്ടിയതാണ്, ഇത് മുമ്പ് കിട്ടിയതാണ്. വഉതു ബിഹി മുതശാബിഹ, അപ്പോൾ അതുപോലുള്ളവർക്ക് വീണ്ടും നൽകപ്പെടും. അപ്പോൾ കാണാനതുപോലെ രുചി വ്യത്യാസം ഉണ്ടാവും. വഉതു ബിഹി മുതശാബിഹ, അവർക്ക് നൽകപ്പെടും. മുതശാബിഹ, അതുപോലുള്ള ഒന്ന് വേറെ നൽകപ്പെടും. വലഹും ഫീഹ അസ്വാജുൻ മുതഹറ, അവർക്ക് അവിടെ പരിശുദ്ധവതികളായ ഭാര്യമാരുണ്ടാകും, ഇണകളുണ്ടാകും. വഹും ഫിഹ ഖാലിദൂൻ, അതിലവർ എപ്പോഴും ശാശ്വതരാണ്. അപ്പോൾ അവിടെ നിന്ന് ഫുഡ് കിട്ടും, ഫാക്കിഹത്ത്, ഫ്രൂട്ട്സുകൾ കിട്ടും. കമാ ഖാല അല്ലാഹു തആല ഇന്നൽ മുത്തഖീന ഫീ ളിലാലിൻ വഉയൂൻ, തീർച്ചയായും മുത്തഖികൾ, കണ്ടില്ലേ അവിടെയും പ്രയോഗം മുത്തഖികൾ എന്നാണ്, അവർ തണലിലും അരുവികളിലുമായിരിക്കും. വഫവാകിഹ മിമ്മാ യസ്തഹൂൻ, അവർ ആഗ്രഹിക്കുന്ന ഫ്രൂട്ട്സുകളിലുമായിരിക്കും അവർ. ഫാക്കിഹത്ത്, വ്യത്യസ്ത പഴവർഗ്ഗങ്ങൾ അവർക്ക് കിട്ടും അവിടെ ഇഷ്ടം പോലെ. സൂറത്തു അർ-റഹ്മാൻ ഇഷ്ടംപോലെ ഫ്രൂട്ട്സുകളുടെ പേര് പറയുന്നുണ്ട് അവിടെ കിട്ടുന്നത് ഇഷ്ടംപോലെ. കുലൂ വശ്റബൂ ഹനീഅൻ ബിമാ കുൻതും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചതിന് പരമായി പ്രതിഫലമായി നിങ്ങൾ തിന്നുക കുടിക്കുക, സുഭിക്ഷ്യമായി. ഹനീഅൻ, സുഭിക്ഷ്യമായി നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്യുക എന്നവരോട് പറയപ്പെടും. ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ, ഇപ്രകാരമാണ് മുഹ്സിന് നമ്മൾ പ്രതിഫലം നൽകുക. അപ്പോൾ മുഹ്സിൻ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മുഹ്സിൻ, ഇന്നഹും കാനു ഖബല ദാലിക മുഹ്സിനീൻ, അവർ മുമ്പ് മുഹ്സിനുകളായിരുന്നു. അങ്ങനെ മുഹ്സിനാവുക ദുനിയാവിൽ ആരാണ് മുഹ്സിൻ? മുവഹിദും മുത്തബിയുമായ ആൾക്കാണ് മുഹ്സിൻ എന്ന് പറയുക. ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ, മുഹ്സിനുകൾക്ക് നാം അപ്രകാരമാണ് പ്രതിഫലം നൽകുക എന്നുള്ളത്. അപ്പോൾ രണ്ടിൻ്റെയും വ്യത്യാസമുണ്ട്. തഖ്വ, മുത്തഖി എന്ന് പറഞ്ഞാൽ പ്രവർത്തിക്കുന്ന ആളാണ്. മുഹ്സിൻ എന്ന് പറഞ്ഞാൽ ആ ദർജ നേടിയ ആളാണ്. മുത്തഖി എന്ന് പറഞ്ഞാൽ നിത്യജീവിതത്തിൽ ലൈവായി പ്രവർത്തിക്കുന്ന ആൾ. മുഹ്സിൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ജീവിച്ച ആ സ്ഥാനം നേടിയ ആൾ മുഹ്സിൻ. അതാണ് ഇന്നൽ മുത്തഖീന എന്ന് പറഞ്ഞാൽ ആ പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുന്നവർക്കുണ്ട്. കദാലിക നജ്സിൽ മുഹ്സിനീൻ, അതവരുടെ ദർജയാണ്, അവർ മുഹ്സിനുകളായി. തൗഹീദ് അനുസരിച്ച് സുന്നത്ത് അനുസരിച്ച് ജീവിക്കുന്നവർ ജീവിക്കുന്ന കാലത്ത് ആ ജീവിക്കുന്നതിനെന്ത് പറയുക? തഖ്വയുള്ള ജീവിതം എന്ന് പറയും. ഒരാൾ തൗഹീദുള്ള ആളായി ജീവിക്കുമ്പോൾ നമ്മളെ ഇഹ്സാനുള്ള ജീവിതം എന്ന് പറയില്ല, പിന്നെ പറയുക തഖ്വയുള്ള ജീവിതം. ഒരാൾ സുന്നത്ത് അനുസരിച്ച് ജീവിക്കണം അയാളെന്ന് നമ്മൾ പറയും തഖ്വയുള്ള ജീവിതമാണ് അയാളത്. അങ്ങനെ ജീവിച്ചു കഴിഞ്ഞ ഒരാൾക്ക് പറയുന്ന പേരാണ് മുഹ്സിൻ. ആല ദർജ, ഏറ്റവും ടോപ്പ് ദർജ മുഹ്സിൻ. അത് ആ റൗണ്ട് പൂർത്തിയാക്കിയ ആ മദ്രസയിൽ നിന്ന് പാസ്സായവർക്കുള്ള പേരാണ് ഇഹ്സാൻ ദർജ. തഹ്കീഖു തൗഹീദ്, നമ്മളിപ്പോൾ എപ്പം പറയില്ലേ എന്താണ്? ഒന്ന് താലീമു തൗഹീദ്, രണ്ട് തർബിയത്തു തൗഹീദ്, മൂന്ന് തഹ്കീഖു തൗഹീദ്. തൗഹീദ് തഹ്കീഖ് ചെയ്തവർക്കുള്ള പേരാണ് മുഹ്സിൻ. താലീമു തൗഹീദ് മുസ്ലിം, തർബിയത്തു തൗഹീദ് മുഅ്മിൻ, തഹ്കീഖു തൗഹീദ് മുഹ്സിൻ. തൗഹീദ് തഹ്കീഖ് ചെയ്ത് കഴിഞ്ഞവൻ, അത് ദൃഢീകരിച്ച് കഴിഞ്ഞു, അവൻ മുഹ്സിൻ ദർജയിലാണ്, ടോപ്പ് ദർജയിലാണ്. പണ്ഡിതന്മാർ ചിലർ പറഞ്ഞത്
മുഹ്സിൻ്റെ ദർജ എന്ന് പറഞ്ഞാൽ ലൈസ ബൈനഹു വ ബൈനല്ലാഹി അഹദ്, അവൻ്റെ അള്ളാഹിൻ്റെ ഇടയിൽ എന്തില്ല, ആരുമില്ല എന്നതുപോലെയാണ് നാം. അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. ഇതാണ് ഇഹ്സാന ദർജ. അള്ളാഹ് പറയാൻ നോക്കിയാൽ ഇന്നൽ മുത്തഖീന തുടങ്ങി അങ്ങനെ ജീവിക്കുന്നവർക്ക്, ഓരോ ദിവസവും ജീവിക്കുന്നവർ, ഇന്ന കദാലിക നജ്സിൽ മുഹ്സിനീൻ, അങ്ങനെ ജീവിച്ച് തഹ്ഖീഖ് ചെയ്തവർ, അവർക്ക് നാം നൽകുന്നത് ഇങ്ങനെയുള്ള പ്രതിഫലമാണ് എന്ന്. വഖാല സുബ്ഹാന വഫാകിഹത്തിൻ മിമ്മാ യതഖയ്യറൂൻ, അവർക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഫ്രൂട്ട്സുകൾ അവർക്കുണ്ട് അവിടെ സ്വർഗത്തിൽ. വലഹ്മി ത്വയ്രിൻ മിമ്മാ യശ്തഹൂൻ, അവർ ആഗ്രഹിക്കുന്ന പക്ഷിയുടെ ഇറച്ചിയും അവർക്കുണ്ട്. ഏത് പക്ഷിയുണ്ട്? ചിക്കൻ വേണ, കാട വേണ, വേറെന്താണ് പക്ഷികൾ, എന്തൊക്കെ പക്ഷികളുടെ ഇറച്ചി വേണോ ആ ഇറച്ചികളൊക്കെ സ്വർഗത്തിൽ കിട്ടും. ഇതാണ് സ്വർഗക്കാരുടെ ഭക്ഷണം. വൻ ജാബിർ ഇബ്നു അബ്ദില്ലാ റളിയല്ലാഹു അൻഹുമാ ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഅ്കുലു അഹ്ലുൽ ജന്നതി ഫീഹാ, സ്വർഗക്കാർ സ്വർഗത്തിൽ ഭക്ഷണം കഴിക്കും. അവിടെ ഭക്ഷണം കഴിക്കാത്ത അവസ്ഥയില്ല, ഭക്ഷണം കഴിക്കുന്നുള്ളത് ആസ്വാദനല്ലേ. അവിടെ ഭക്ഷണം കഴിക്കും അവർ, സ്വർഗക്കാർ സ്വർഗത്തിൽ ഭക്ഷണം കഴിക്കും. വയശ്റബൂൻ, അവർ വെള്ളം കുടിക്കുകയും ചെയ്യും. അവിടെ അതന്നെ പണി, തിന്നാ കുടിക്കുക. കുലു വഷ്റബു ഹനിയൻ, നിങ്ങളെന്തെയോ തിന്ന് കുടിച്ച് ആർമതിച്ചോളി എന്നാണ് അള്ളാഹ് പറയുക. വല യതഗവ്വതൂൻ, അവർ കാഷ്ടിക്കുകയില്ല. വല യംതതിഹൂൻ, യംതതിഹൂൻ എന്താണ് യതമഖ്ഖതൂൻ, അവർ കഫം തുപ്പുകയില്ല. വല യബൂലൂൻ, മൂത്രിക്കുകയുമില്ല, ഒന്നുമില്ല. വലാക്കിൻ തആമുഹും ദാക ജുഷാ, അവിടെയുള്ള ഭക്ഷണം എന്തായിരിക്കും? ആ ഭക്ഷണങ്ങൾക്ക് എന്തായിരിക്കും? ഒരു ഏമ്പക്കമായിരിക്കും. കാഷ്ടത്തിന് പകരം മൂത്രത്തിന് പകരം ഒരു ഏമ്പക്കാണ്, ഒരു ഏമ്പക്കട ഞാൻ പറയാ, അതൊരു ശബ്ദം പറയും. ആ ശബ്ദം എങ്ങനെയാണ്? കറഷ്ഹിൽ മിസ്ക്, കസ്തൂരിയുടെ വിയർപ്പ് പോലെ നല്ല മണമുള്ളത് അങ്ങ് പോകും. അത് കഴിഞ്ഞ് പിന്നെ ആദ്യം വീണ്ടും കഴിക്കുക. അതാണ് യുൽഹമൂന അത്തസ്ബീഹ വത്തഹ്മീദ കമാ യുൽഹമൂന നഫസ്, ശ്വാസം വിടുന്നത് പോലെ അവർ അവിടെ തസ്ബീഹ് തഹ്മീദുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ശ്വാസം വിടാത്ത നേരം ഉണ്ടാ ഇല്ല, എല്ലാ ടൈമും ശ്വാസം വിട്ടുകൊണ്ടേയിരിക്കണം നമ്മൾ. അതുപോലെ അവിടെ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ്, ചിലർ ഇപ്പോൾ തക്ബീർ അല്ലാഹു അക്ബർ പറഞ്ഞുകൊണ്ടേയിരിക്കും. അള്ളാഹിനുള്ള ഇഷ്ടത്തിൻ്റെ ഹൃദയം നിറഞ്ഞിട്ടുണ്ടാവും. എപ്പോഴും തക്ബീറിലും തഹ്മീദിലും തസ്ബീഹിലുമായിരിക്കും സ്വർഗവാസികൾ ഉണ്ടാകുക എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്, ഇതൊക്കെ നാളെ സ്വർഗത്തിൽ മുഅ്മിനീങ്ങൾക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളാണ്, അവർ അനുഭവിക്കുന്ന ആസ്വദിക്കുന്ന അനുഗ്രഹങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അനുഗ്രഹങ്ങളൊക്കെ ആസ്വദിക്കാൻ നമുക്കെല്ലാവർക്കും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച അദാബുൽ ഖബർ അല്ല അദാബുന്നാർ, നരകക്കാരുടെ അദാബു അഹ്ലിന്നാർ, നരകക്കാരുടെ ശിക്ഷ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് വായിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കേട്ടതിലും പറഞ്ഞതിലും ഉപരി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്കെല്ലാവർക്കും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ശിഷ്ടകാല ജീവിതം അള്ളാഹുവിനെ അനുസരിച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിയും ജീവിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഹാദാ വല്ലാഹു അഅലം വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.